തൻ്റെ കുടുംബം കുട്ടിച്ചോറാക്കിയത് DIG ശ്രീജിത്താണെന്ന് CPM നേതാവിൻ്റെ ഭാര്യയുടെ വെളിപ്പെടുത്തൽ. ഞാൻ പറഞ്ഞ ഈ CG അരുൺ സിംഗ് എന്നൊക്കെ പറഞ്ഞ ചെറുക്കൻ എങ്ങനെയാണ് അയാളെ ഒരു മാധ്യമപ്രവർത്തനമായിട്ട് നമുക്ക് കരുതുന്നത്? ഈ ശ്രീജിത്ത് എന്ന് പറഞ്ഞ ഇയാൾ കൊടുക്കുന്ന ഈ വിവരക്കെടി ഛർദിൽ തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന ഇവൻ എങ്ങനെയാണ് മാധ്യമപ്രവർത്തനം എങ്ങനെ വിളിക്കാൻ പറ്റും? പോലീസ് ഉദ്യോഗസ്ഥൻ അവരുടെ മകളെയൊക്കെ സ്വാധീനിച്ച് വെച്ചിരിക്കുന്നതിനെ കുറിച്ചിട്ട് വിശദമായി എന്നോട് ഒരുപാട് കഥകൾ പറഞ്ഞു. അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞു. VS അച്യുതാനന്ദൻ്റെ മരിച്ചെങ്കിലും VS അച്യുതാനന്ദൻ്റെ ആത്മാവ് പേറിക്കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. ഇതിൻ്റെ അവസാനം കണ്ടിട്ടേ ഞാൻ പോവുള്ളൂ. ഔദ്യോഗിക വേഷത്തിൽ നിന്നുകൊണ്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് അയാൾക്കെതിരായിട്ടുള്ള സ്വകാര്യ അന്യായത്തെക്കുറിച്ച് പറയാനുള്ള അവകാശമുണ്ടോ? CPMൻ്റെ മുൻ സംസ്ഥാന കമ്മിറ്റി അംഗവും MLAയുമായിരുന്ന ASN നമ്പീശൻ്റെ മരണത്തിന് പോലും ഇത് കാരണമായി എന്ന് ASN നമ്പീശൻ്റെ ഭാര്യ ദേവകി നമ്പീശർ വെളിപ്പെടുത്തി എന്നും പറഞ്ഞിട്ടാണ് വാർത്ത കിടക്കുന്നത്. നമസ്കാരം. 2 ദിവസം മുൻപ് മാധ്യമങ്ങളിൽ വന്നൊരു വാർത്ത, ADGP S ശ്രീജിത്ത് കൊടുത്ത മാനനഷ്ട കേസിൽ അഡ്വക്കേറ്റ് KM ഷാജഹാൻ 5 ലക്ഷം രൂപ അദ്ദേഹത്തിന് നഷ്ടപരിഹാരമായി നൽകാൻ തിരുവനന്തപുരം മുൻസിഫ് കോടതി വിധിച്ചു എന്നുള്ളതാണ്. അതിനുശേഷം മാധ്യമങ്ങൾക്ക് മുന്നിൽ ADGP ശ്രീജിത്ത് ചില വാദങ്ങളുമായി വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, 2021 മുതൽ താങ്കൾ അദ്ദേഹത്തെ വേട്ടയാടുകയാണ് എന്നുള്ളതാണ്. എന്താണ് ഈ ഒരു കേസിൻ്റെ ഒരു ആസ്പദമായിട്ടുള്ള ഒരു തുടക്കം എങ്ങനെയാണ്? അതായത് ഞാൻ അതിനകത്തേക്ക് പോകുന്നതിന് മുമ്പ് ആമുഖമായിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇയാൾക്കെതിരായി അപകീർത്തികരമായിട്ടുള്ള വീഡിയോ ചെയ്തതിന് ഇയാൾക്ക് ഞാൻ 5 ലക്ഷം രൂപ പിഴയടയ്ക്കണം എന്ന് പറഞ്ഞ് തിരുവനന്തപുരം മുനിസിപ്പൽ കോടതിയിൽ നിന്നൊരു വിധി വന്നു എന്നുള്ള നിലയിലുള്ള പ്രചരണം മാധ്യമങ്ങളിൽ ഒരു വിഭാഗം നടത്തി. അപ്പോൾ അത് സംബന്ധിച്ച് അതെന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്നുള്ളത് ഞാൻ വളരെ വിശദമായി പ്രതിപക്ഷ യൂട്യൂബ് ചാനലിൽ പറഞ്ഞു. ഇത് എക്സ് പാർട്ടി വിധിയായിരുന്നു എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു. അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞായറാഴ്ച ഈ മാന്യദേഹം മാതൃഭൂമി ചാനലിലെ R അനന്തകൃഷ്ണനോട് ഔദ്യോഗിക വേഷത്തിൽ നിന്നുകൊണ്ട് എനിക്കെതിരെ എന്തൊക്കെയോ പുലമ്പി. അപ്പം ആദ്യമായി ചോദിക്കാനുള്ള ചോദ്യം, ഈ ഔദ്യോഗിക വേഷത്തിൽ നിന്നുകൊണ്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് അയാൾക്കെതിരായിട്ടുള്ള സ്വകാര്യ അന്യായത്തെക്കുറിച്ച് പറയാനുള്ള അവകാശമുണ്ടോ? ആണ് ആദ്യത്തെ ചോദ്യം. അതിനുള്ള പരാതി ഇന്ന് തന്നെ പോകുന്നുണ്ട്. ഇന്നലെ പോകേണ്ടതായിരുന്നു, അത് ഇന്ന് പോകും. അയാൾ പറയുന്നത് അയാളുടെ സ്വകാര്യ അന്യായത്തെക്കുറിച്ചിട്ടാണ്. സ്വകാര്യ അന്യായത്തെക്കുറിച്ച് അയാൾക്ക് എങ്ങനെയാണ് അയാളുടെ ഔദ്യോഗിക വേഷത്തിൽ നിന്ന് സംസാരിക്കാൻ പറ്റുക? അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അത് മനസ്സിലാക്കിയിട്ടാണെന്ന് തോന്നുന്നു മീഡിയ വൺ എന്ന് പറഞ്ഞ ചാനലിൽ അയാൾ പ്രതികരിക്കാൻ വന്നപ്പോൾ അയാൾ മഫ്തിയിലാണ്. അപ്പോഴും ഔദ്യോഗികമായിട്ടുള്ള ഓഫീസിൽ വെച്ച് അയാൾക്ക് എങ്ങനെയാണ് അയാളുടെ സ്വകാര്യ അന്യായത്തെക്കുറിച്ചും എനിക്കെതിരെ പരാമർശിക്കാൻ കഴിയുക? അയാളുടെ ഓഫീസിൽ ഇരുന്നുകൊണ്ടാണ് അയാൾ. അപ്പോൾ ഇത് രണ്ടിനകത്തും തന്നെ നിയമവിരുദ്ധതയുണ്ട്. അത് ചോദ്യം ചെയ്യുന്നതായിരിക്കും, ചോദ്യം ചെയ്തിരിക്കും, ഒരു സംശയമില്ല. അതവിടെ നിൽക്കട്ടെ. നമുക്ക് ഈ കേസിന് ആസ്പദമായിട്ടുള്ള ഒരു സംഭവത്തെക്കുറിച്ച് ആദ്യം പറയാം. അത് കാരണം പ്രേക്ഷകരിൽ പലർക്കും അതിനെക്കുറിച്ച് വ്യക്തതയില്ല. അപ്പോൾ ഇതിൽ നിന്ന് അങ്ങോട്ട് ഇത് പറഞ്ഞിട്ടാണ് അങ്ങോട്ട് തുടങ്ങുന്നത്. കാരണം ചെയ്തതിനകത്ത് തന്നെ നിയമവിരുദ്ധതയുണ്ട് എന്നുള്ളത്. അയാൾ പറയുന്നത് അയാൾക്കെതിരെ ഞാൻ ഇങ്ങനെ നിരന്തരമായി പരാതികളുമായി നടക്കുന്നു, അതിനെക്കുറിച്ച് അയാൾക്ക് എന്താണെന്ന് എനിക്കറിയില്ല, എനിക്കെതിരെ ഇങ്ങനെ പരാതി കൊണ്ട് KM ഷാജഹാൻ ഇങ്ങനെ നടക്കുന്നു. 2021 എന്നൊക്കെയാണ് അയാൾ പറഞ്ഞത്. അത് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളൊരു കാര്യം ഞാൻ പറയാം. ഞാൻ ഇയാൾക്കെതിരായി പരാതി കൊടുക്കില്ല, ഇയാൾക്കെതിരായി പോരാട്ടം തുടങ്ങിയത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 2003-2004 കാലഘട്ടത്തിലാണ്. ഞാനന്ന് VS അച്യുതാനന്ദന് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി ജോലി ചെയ്യുമ്പോൾ VSൻ്റെ വളരെ അടുപ്പക്കാരനായിട്ടുള്ള ഒരു സീനിയർ മാധ്യമ പ്രവർത്തകൻ എന്നെ അന്ന് ഫോണിൽ വിളിച്ചു. അന്ന് ലാൻഡ് ഫോണാണ് ഉള്ളത്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഷാജഹാൻ, ഇങ്ങനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ട്, ആ പോലീസ് ഉദ്യോഗസ്ഥൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ത്രീ പീഡനങ്ങൾ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ ഇന്നതൊക്കെയാണ്. എൻ്റെ ചെവിയിലോട്ട് പറഞ്ഞപ്പം എൻ്റെ ചെവി ശരിക്കും ജീർണിച്ചു പോയി. അതുപോലത്തെ ഭീകരമായിട്ടുള്ള കാര്യങ്ങളാണ് ആ മാധ്യമപ്രവർത്തകൻ എൻ്റെ ചെവിയിൽ. ആ മാധ്യമ പ്രവർത്തകൻ പറഞ്ഞു. പക്ഷേ ഒരാള് നമ്മളോട് ഇങ്ങനെ പറയുന്നത് എത്രമാത്രം വിശ്വാസയോഗ്യമാണ്? ഞാനത് പറഞ്ഞെന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരു ഇത്തിരിയുടെ സമയം എനിക്ക് അയാൾ എന്നോട് പറഞ്ഞു. അന്ന് മുതൽ ഞാൻ തുടങ്ങിയതാണ് ഇയാൾക്കെതിരായിട്ടുള്ള സമരം. അപ്പോൾ അതിൽ ഞാൻ
1/2/2013 ഒരു പ്രമുഖ മാധ്യമത്തിൽ ഒരു പത്രത്തിൽ വന്ന ഒരു വാർത്ത. ആ വാർത്ത ഞാൻ അങ്ങോട്ട് വായിക്കുമ്പോൾ ഞാൻ അന്ന് കേട്ട ആരോപണങ്ങൾ എന്തായിരുന്നു എന്നുള്ളത് ആളുകൾക്ക് മനസ്സിലാവും. അത് പറയുന്നത് ശ്രീജിത്ത് കുടുംബം തകർത്തതായി CPM നേതാവിൻ്റെ ഭാര്യ. ഇതാണ് ഞാനതിലേക്ക് വരികയാണ്. ഭാര്യ തൃശ്ശൂർ തൻ്റെ കുടുംബം കുട്ടിച്ചോറാക്കിയത് DIG ശ്രീജിത്താണെന്ന് CPM നേതാവിൻ്റെ ഭാര്യയുടെ വെളിപ്പെടുത്തൽ. CPM മുൻ സംസ്ഥാന കമ്മിറ്റി മെമ്പറും MLAയുമായിരുന്ന CPM മുൻ സംസ്ഥാന കമ്മിറ്റി മെമ്പറും MLAയുമായിരുന്ന ASN നമ്പീശൻ്റെ ഭാര്യ ദേവകി നമ്പീശനാണ് പുതിയ വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നിരിക്കുന്നത്. 2013. അടുത്ത പാരഗ്രാഫ് വളരെ നിർണായകമാണ്. ഇളയ മകളെയും മൂത്ത 2 മക്കളുടെ പെൺമക്കളെയും സ്വാധീനത്തിലാക്കിയ ശ്രീജിത്ത് കുടുംബത്തിൻ്റെ സമാധാനം തകർത്തെന്നും ഇയാൾ മൂലം കുടുംബത്തിനുണ്ടായ ദുസ്ഥിതിയും ASN നമ്പീശൻ മാഷിൻ്റെ മരണത്തിന് ആക്കം കൂട്ടിയെന്നും ദേവകി നമ്പീശൻ പറയുന്നു. അവരുടെ ഫോട്ടോയും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു പ്രമുഖ മാധ്യമത്തിൽ വന്നതാണ്. എന്താണ് അവർ പറയുന്നത്? അവർ പറയുന്നത് ഇളയ മകളെയും മൂത്ത 2 മക്കളുടെ പെൺമക്കളെയും സ്വാധീനത്തിലാക്കി എന്ന് പറഞ്ഞാൽ എന്താ? ASN നമ്പീശൻ്റെ ഇളയ മകളെയും മൂത്ത 2 മക്കളുടെ പെൺമക്കളെയും സ്വാധീനത്തിലാക്കി സമാധാനം തകർത്തെന്നും ഇയാൾ മൂലം കുടുംബത്തിനുണ്ടായ ദുസ്ഥിതിയും നമ്പീശൻ മാഷിൻ്റെ മരണത്തിന് ആക്കം കൂട്ടിയെന്നും നമ്പീശൻ മാഷിൻ്റെ ഭാര്യ ദേവകി നമ്പീശൻ ഒരു പ്രമുഖ ദിനപത്രത്തിന് നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തലാണിത്. 2013. ഇതിനെക്കുറിച്ചിട്ട് തൃശ്ശൂർ എന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ അറിയാം. CPMൻ്റെ മുൻ സംസ്ഥാന കമ്മിറ്റി അംഗവും MLAയുമായിരുന്ന ASN നമ്പീശൻ്റെ മരണത്തിന് പോലും ഇത് കാരണമായി എന്ന് ASN നമ്പീശൻ്റെ ഭാര്യ ദേവകി നമ്പീശൻ വെളിപ്പെടുത്തി എന്നും പറഞ്ഞിട്ടാണ് വാർത്ത കിടക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇവർ തമ്മിലുള്ള ബന്ധം? ഇവർ ബന്ധുക്കളാണോ അതോ ഇവർ തമ്മിൽ എന്തെങ്കിലും മുൻ പരിചയമുണ്ടോ? യാദൃച്ഛികമായി പരിചയപ്പെട്ടതോ? അല്ല ഞാൻ ഇതൊക്കെ ഇപ്പോൾ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി കിടക്കുന്ന ക്രിമിനൽ കേസിൽ ഇതൊക്കെ പരാമർശ വിഷയങ്ങളായതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇതിനെതിരെ ഒന്നും മാനനഷ്ട കേസോ അല്ലെങ്കിൽ നോട്ടീസോ ഇയാൾ ഐസായിട്ടൊന്നും കാണുന്നില്ല. ഇതിനെക്കുറിച്ച് ഈ വിഷയം താങ്കൾ ഉന്നയിച്ചിട്ട് മാനനഷ്ട കേസ് അല്ലല്ല, ഈ ദേവകി നമ്പീശനെതിരായിട്ട് മാനനഷ്ട കേസ് കൊടുക്കണമല്ലോ. അത്രയ്ക്ക് ഭീകരമായിട്ടുള്ള ആരോപണങ്ങളാണല്ലോ. ഇനി ഞാൻ ഒരു കാര്യം പറയാം. VS മുഖ്യമന്ത്രിയായി ഇരിക്കുന്ന സമയത്ത് ഞാൻ CDITൽ ജോലി ചെയ്യുകയാണ്. അവിടെ ഈ ദേവകി നമ്പീശൻ്റെ മൂത്ത മകൾ സതീദേവി എന്നെ കാണാൻ വന്നു. CDITൽ വന്നു. വന്നിട്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ അവരുടെ മകളെയൊക്കെ സ്വാധീനിച്ച് വെച്ചിരിക്കുന്നതിനെ കുറിച്ചിട്ട് വിശദമായി എന്നോട് ഒരുപാട് കഥകൾ പറഞ്ഞു. അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞു. എന്നിട്ട് VSന് അത് സംബന്ധിച്ചിട്ടുള്ള പരാതി തയ്യാറാക്കാൻ സഹായിക്കണമെന്ന് ഞാൻ പറഞ്ഞു. പരാതി അവർ കൊണ്ടുവന്ന് VSന് കൊടുത്തു. ആ പരാതി അന്ന് കൊടുത്തതിന് അന്ന് രേഖയുണ്ടല്ലോ, അതെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുക. പക്ഷെ അവരെന്നോട് അന്ന് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറഞ്ഞാലുണ്ടല്ലോ നമ്മുടെയൊക്കെ തല പൊട്ടി പിളർന്നു പോകും. അത്രയ്ക്ക് ഭീകരമായിട്ടുള്ള കാര്യങ്ങളാണ് അയാൾ എന്നോടന്ന് പറഞ്ഞത്. ഇനി ഈ പുസ്തകം നമ്മളൊന്ന് കാണണം. ഇതിൻ്റെ പേര് ചുവന്ന അടയാളങ്ങൾ എന്നാണ്. മാതൃഭൂമി താങ്കൾ തന്നെ എഴുതിയതാണ് പുസ്തകം. മാതൃഭൂമി പ്രസിദ്ധീകരിച്ചതാണ് പുസ്തകം. ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചത് 2011. ഈ പുസ്തകത്തിൻ്റെ 212-213 പേജുകളിൽ ഇയാൾ നടത്തിയിട്ടുള്ള സ്ത്രീപീഡനം സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ മുഴുവൻ എഴുതി വെച്ചിട്ടുണ്ട്. ഏറെക്കാലം തൃശ്ശൂരിലെ CPM നേതാവായിരുന്ന സഖാവ് ASN നമ്പീശൻ്റെ മകളായ AN സതീദേവി കേരള പോലീസിലെ SP ആയിരുന്ന ശ്രീജിത്ത് നടത്തിയ പീഡനങ്ങളെ തുടർന്ന് തൻ്റെ കുടുംബം തകർന്ന സംഭവം 2010 മാർച്ച് 1 മുഖ്യമന്ത്രി VSനെ കണ്ട് വിശദീകരിക്കുകയും ഞാൻ പറഞ്ഞാൽ അവരുടെ അടുത്ത് അതിൻ്റെ വിശദാംശങ്ങൾ രേഖാമൂലം അദ്ദേഹത്തിന് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. പ്രശ്നത്തിൽ ഗൗരവമായി ഇടപെടാം എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥനോടൊപ്പം ദീർഘകാലം കഴിയുകയും പിന്നീട് ഇയാളുടെ അനധികൃത ഇടപാടുകൾ വെളിച്ചത്തോടുകൊണ്ടുവരികയും ചെയ്ത രമേശൻ നമ്പ്യാർ ഇതിനെതിരെ ഇത് കൊടുത്തും പറഞ്ഞ് ഇയാൾക്കെതിരായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ഈ പുസ്തകത്തിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. 2011 പബ്ലിഷ് ചെയ്തതാണ്. അതിനുശേഷമാണ് ദേവകി നമ്പീശൻ പുറത്തു വരുന്നത്. 15 വർഷം മുമ്പ്. ഇതിനെതിരെ മാനനഷ്ട കേസ് കേൾക്കണം. ഇതിനെതിരെ എനിക്ക് നോട്ടീസ് അയച്ചു. ഇതിനെതിരെ നോട്ടീസ് അയച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു എന്നും പറഞ്ഞിട്ട് മറുപടി അയച്ചു. ഇയാൾ എനിക്ക് അയച്ച നോട്ടീസ്, ഞാൻ അതിന് മറുപടി അയച്ചത് എല്ലാം എൻ്റെ കയ്യിലുണ്ട്. 2011 ഒരു നോട്ടീസ് അയച്ചിട്ട് 2026 വരെ എനിക്കെതിരെ കേസില്ല.
ഈ വിഷയത്തിൽ കേസ് കൊടുത്തിട്ടില്ല. ഒരു വക്കീൽ നോട്ടീസ് അയച്ചു, താങ്കൾ മറുപടി അയച്ചു, അത് അവിടെ തീർന്നു. അങ്ങനെയെങ്കിൽ ഈ പുസ്തകത്തിൽ എഴുതിയെ സംബന്ധിച്ച് അയാളുടെ മറുപടി എന്താ? അപ്പം അതുകൊണ്ട് അയാൾക്കെതിരെ ഞാൻ പരാതി കൊടുക്കുന്നു, എന്താണെന്ന് അയാൾക്ക് അറിയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പച്ചക്കള്ളവും നട്ടാൽ കുരുക്കാത്ത നുണയുമാണ്. ഇനി ഇയാൾ ആരാണെന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. ഇയാൾ കേരള പോലീസിൽ നിന്നുള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ആരോപണ വിധേയനും എൻ്റെ അഭിപ്രായത്തിൽ എല്ലാ വൃത്തികേടുകളുടെയും മൂർത്തിമത് ഭാവമാണ് ഈ ശ്രീജിത്ത്. ഞാൻ ഇയാളെക്കുറിച്ച് ഇപ്പോഴത്തെ DIG റവാഡ ചന്ദ്രശേഖരനെ കണ്ടു, ഞാൻ നേരിട്ട് ഈ ബുക്ക് കാണിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇയാൾ ഏറ്റവും വലിയ അഴിമതിക്കാരനും ഇയാൾക്കെതിരെ ഒരുപാട് ആരോപണങ്ങളുള്ളതാണ്, ഇയാൾ എന്തുകൊണ്ടാണ് ഉന്നത സ്ഥാനത്ത് വെച്ച് ഇരിക്കുന്നു പറഞ്ഞപ്പോൾ എന്നോട് DGP ചോദിച്ചു, ഷാജാൻ, യു ഹാഡ് വർക്ക്ഡ് വിത്ത് ദ ഗവൺമെൻറ്, യു നോ ഹൗ ഗവൺമെൻറ് വർക്ക്സ്, ഗവൺമെൻറ് വി വിൽ ഹാവ് ടു വർക്ക് ഇൻ എ ഫ്രെയിം വർക്ക് വെൻ വി വർക്ക് വിത്ത് ദ ഗവൺമെൻറ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഗവൺമെൻറ് പറയുന്ന പോലെ എനിക്ക് ചെയ്യാൻ കഴിയും. ഇനി ഇയാൾ ആരാണ്? ഇയാൾ 2013 സസ്പെൻഡ് ചെയ്യപ്പെട്ടവനാണ്. അതേത് വിഷയവുമായി ബന്ധപ്പെട്ട്? അന്ന് DIG ആയിരുന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് 3-4 ആരോപണങ്ങളുണ്ടായിരുന്നു ഇയാൾക്കെതിരെ. ഒന്ന്, ഒരു പ്രധാനപ്പെട്ട വസ്തുക്കച്ചവടക്കാരൻ, അയാളുടെ പേര് പറയുന്നില്ല, അയാളുമായിട്ട് ചേർന്നത് കർണാടകത്തിൽ അനധികൃത വസ്തുക്കച്ചവടം നടത്താനായിട്ട് അവിടുത്തെ IPS ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ഗൂഢാലോചന നടത്തി. ഒന്നാമത്തെ. 2, ഇയാൾക്കൊരു അനധികൃത സിം കാർഡ് ഉണ്ടായിരുന്നു. മനസ്സിലായില്ലേ? അനധികൃത സിം കാർഡ് ഉണ്ടായി. 3, ഇയാളുടെ സഹപ്രവർത്തകനായിട്ടുള്ള അഭിലാഷ് എന്ന് പറഞ്ഞൊരു DYSPയെ ഇയാൾ കൈക്കൂലി കേസിൽ കുരുക്കാൻ ശ്രമിച്ചു. ഈ 3 ആരോപണങ്ങളുടെ പേരിൽ അന്ന് അയാളെ സസ്പെൻഡ് ചെയ്തു. സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് അയാളെ അന്ന് UDF ആയിരുന്നു, കോൺഗ്രസ് എല്ലാ നേതാക്കന്മാരെ പിടിക്കാനൊക്കെ ഉള്ള എല്ലാ പരിപാടിയും ഉണ്ട് അയാളുടെ. എല്ലാം പിടിച്ചു. ആ സസ്പെൻഷൻ സമയത്ത് വീണ്ടും അന്വേഷണം നടന്നു. അന്ന് ആ അന്വേഷണത്തിന് നേതൃത്വം കൊടുത്തത് മനോജ് എബ്രഹാമും അനന്തകൃഷ്ണൻ എന്ന് പറഞ്ഞ വളരെ മാന്യനായിട്ടുള്ളൊരു ADGP ആയിരുന്നു. അവരന്വേഷിച്ചിട്ട് ഇതിൽ 4 ആരോപണങ്ങളുണ്ട്, അതിൽ 3 ആരോപണങ്ങൾ ശരിയാണെന്ന് കണ്ടുപിടിച്ചു. മനസ്സിലായില്ലേ? ആ 3 ആരോപണങ്ങൾ ശരിയാണെന്ന് കണ്ടുപിടിച്ചിരുന്നത് അന്നത്തെ ചീഫ് സെക്രട്ടറി ആണെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ഇനി ഇതുപോലുള്ള കുറ്റങ്ങൾ ചെയ്തെന്ന് പറഞ്ഞാൽ തിരിച്ചെടുത്തു. ഇത് എവിടെയെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടോ? ക്രിമിനൽ കുറ്റം ഇതുവരെ ചെയ്തത് പോട്ടെ, ഇനി ചെയ്യാതിരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇയാളെ തിരിച്ചെടുത്തത്. മനസ്സിലായില്ലേ? ഇനി ഇയാൾക്കെതിരെ വിൻസെന്റ് പോൾ അന്വേഷിച്ചിട്ടുണ്ട്. വിൻസെന്റ് പോളിൻ്റെ റിപ്പോർട്ടുണ്ട്, IG വിൻസെന്റ് പോളിൻ്റെ റിപ്പോർട്ടുണ്ട്. ഇയാൾ ഒരുത്തനെ വിദേശത്ത് കൊണ്ടുപോയി അവിടെ ജയിലിലാക്കാൻ ശ്രമിച്ചു എന്നും പറഞ്ഞിട്ട്. ഇയാൾക്കെതിരെ ഡെസ്മണ്ട് നെറ്റോ എന്ന് പറഞ്ഞിട്ടുള്ള ADGP ഉണ്ട്, അയാളുടെ റിപ്പോർട്ടുണ്ട്. ഈ റിപ്പോർട്ടുകളെല്ലാം ഇയാൾ എന്ത് ചെയ്യുന്നറിയോ? രാഷ്ട്രീയ നേതാക്കന്മാരെ സ്വാധീനിച്ചിട്ട് അവരെക്കാളും താഴ്ന്ന ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് അന്വേഷിപ്പിച്ച് ഇയാളെ കുറ്റമുക്തനാക്കും. അതായത് ഇടത് സർക്കാർ വന്നാലും വലത് സർക്കാർ വന്നു കഴിഞ്ഞാലും ഏത് സർക്കാർ വന്നാലും. ഇപ്പോൾ UDFന്റെ കാലത്ത് അയാൾ ഉമ്മൻചാണ്ടിയുടെ ആളായിരുന്നു, ഇപ്പോൾ അയാൾ P ശശിയുടെ ആളാണ്. മനസ്സിലായില്ലേ? ഇടത് വന്നാലും അയാൾ വന്നാലും അയാൾക്ക് പേട്രൻസ് ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇനി ഇയാൾ ഒരു വ്യവസായിയുടെ വീട് ഒരു CBI SPയെ ഉപയോഗിച്ച് കയ്യേറാൻ ശ്രമിച്ചു എന്നുള്ള കേസിൽ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ആ ആരോപണം ശരിയാണെന്ന് കണ്ടുപിടിച്ച് ഇയാൾക്ക് 25,000 രൂപയുടെ പിഴ അടപ്പിച്ചതാണ് വിജിലൻസ്. ഡിവിഷൻ ബെഞ്ചിൻ്റെ റിപ്പോർട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇയാൾ പറയുന്നത് ഇയാൾക്കെതിരെ ബിനാമി അക്കൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ വിജിലൻസ് കോടതി പോയി. അതെന്താണ്? 12 ബിനാമി അക്കൗണ്ടുകൾ ഇദ്ദേഹത്തിന്റെ പേരിൽ ഇദ്ദേഹത്തിനുണ്ടെന്നാണ് താങ്കൾ വീഡിയോയിലൂടെ പറഞ്ഞത്. അതിനെതിരെയാണ് ശ്രീജിത്ത് ഇപ്പോൾ ഇത് പറയുന്നത്. എന്താണ് ഈ 12 ബിനാമി അക്കൗണ്ടുകൾ ഉള്ളത് എന്നതിന്റെ എന്ത് തെളിവാണ് താങ്കൾക്കുള്ളത്? അതായത് അതിലയാൾ പറയുന്നത് വിജിലൻസ് കോടതി അത് തള്ളിക്കളഞ്ഞതാണ് എന്നാണ് അയാൾ പറയുന്നത്. വിജിലൻസ് കോടതി തള്ളിക്കളഞ്ഞതുകൊണ്ട് അതങ്ങ് തീരുവോ? അദ്ദേഹം പറയുന്നത് താങ്കൾ ആദ്യം ഒരു പരാതി കൊടുക്കും, അതിൽ പോലീസ് അന്വേഷിച്ച് അല്ലെങ്കിൽ വിജിലൻസ് അന്വേഷിച്ച് അതിൽ കഴമ്പില്ലെന്ന് കണ്ടെത്തും, അതിനുശേഷം താങ്കൾ ഇദ്ദേഹത്തിന്റെ സ്വാധീനം കൊണ്ട് ആ കേസ് തേച്ച് മാച്ച് കളഞ്ഞതാണെന്ന് പറയും, വീണ്ടും വിവരാവശ്യം കൊടുക്കും എന്നുള്ള ആരോപണങ്ങളൊക്കെ. അതായത് ഇയാളുടെ കൂടെ 5 വർഷം താമസിച്ച രമേശൻ നമ്പ്യാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മനുഷ്യൻ, അയാൾ 5 വർഷം താമസിച്ചു. അയാൾ 5 വർഷം താമസിച്ചു കഴിഞ്ഞ് 2010 ഇയാൾ ചെയ്തിട്ടുള്ള എല്ലാ വൃത്തികേടുകളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തൃശ്ശൂർ വിജിലൻസ് കോടതിയിൽ കൊണ്ടുവന്ന്. അല്ല, രമേശ് എന്ന പേര് അദ്ദേഹത്തിന്റെ ബന്ധുവാണോ? ഒന്നുമല്ല. അയാളെ ഔദ്യോഗിക ക്വാർട്ടേഴ്സിൽ താമസിപ്പിക്കുന്നത് ശരിയാണോ അല്ലോ എന്നുള്ളത് പോലും ഉണ്ടല്ലോ. കാരണം വെച്ചാൽ ഔദ്യോഗിക ക്വാർട്ടേഴ്സിൽ അവിടെ താമസിപ്പിച്ചു, അവിടെ നിൽക്കട്ടെ. 2010 കൊണ്ടുവന്ന് തൃശ്ശൂർ വിജിലൻസ് കോടതിയിൽ കേസ് കൊടുക്കും. അതിൽ തൃശ്ശൂർ വിജിലൻസ് കോടതി ജഡ്ജി ഉത്തരവിട്ടതെന്താണെന്ന് പറഞ്ഞാൽ ഇയാൾക്കെതിരെ 25,000 രൂപയുടെ പിഴ വരെ അടയ്ക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഇത് വളരെ സീരിയസ് ആണ്. അതുകൊണ്ട് IG റാങ്കിന് മുകളിലുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണം എന്ന് പറഞ്ഞ് അന്ന് ഉത്തരവിടുന്നു.
അന്ന് അയാൾ SP അല്ല, ഈ രമേശൻ നമ്പ്യാർ കൊടുത്ത പരാതിയിലെ ആരോപണങ്ങൾ എന്തൊക്കെയായിരുന്നു? വെച്ചാൽ ഈ ബിനാമി ബാങ്ക് അക്കൗണ്ട് ഉൾപ്പെടെ ഉറ്റുപിടി ആരോപണങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. ആ കേസ് 12 വർഷക്കാലം നീണ്ടുപോയതാണോ നീട്ടിക്കൊണ്ടുപോയതാണോ നിങ്ങൾ ആലോചിച്ചാൽ മതി. 12 വർഷക്കാലം ആ കേസ് അങ്ങനെ കിടന്നു. രമേശൻ നമ്പ്യാർ ജീവിച്ചിരിപ്പുണ്ടോ? ഇപ്പോൾ രമേശൻ നമ്പ്യാർ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. രമേശൻ നമ്പ്യാർ എൻ്റെ കക്ഷിയാണ്. ഈ വിജിലൻസ് കോടതി വിധിക്കെതിരെ ഞാനൊരു അപ്പീൽ പോകാൻ വേണ്ടിയിട്ട് പിന്നെ രമേശൻ നമ്പ്യാരെ അന്വേഷിച്ചിട്ട് അയാളെ ബന്ധപ്പെടാൻ പോലും എനിക്ക് കിട്ടുന്നില്ല. അയാൾ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. അയാളുടെ ബന്ധങ്ങളെ കുറിച്ച് താങ്കൾക്ക് അറിയാമോ? ഒന്നും അറിയില്ല. അയാൾ ബാംഗ്ലൂരാണുള്ളത്. ഞാൻ അയാൾക്ക് മെസ്സേജ് അയച്ചിട്ട് പോലും മറുപടിയില്ല. അയാൾ ഇനി ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലെന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം, ഈ കേസ് അവിടെ കൊടുത്തു, 12 വർഷം കഴിഞ്ഞപ്പോൾ വിജിലൻസ് റെഫർ ചെയ്യാൻ തീരുമാനിക്കുന്നു. എങ്ങനെയാണ് 12 വർഷം ഈ കേസ് നീണ്ടുപോയത്? ഈ 12 വർഷം ഇത് നീണ്ടുപോകുമ്പോഴും ഇയാൾ SP ആണ്, ഇയാൾ DIG ആണ്, ഇയാൾ IG ആണ്, ഇയാൾ പിന്നെ ADGP ആണ്. ആ കേസ് അന്വേഷിക്കുന്ന സമയത്ത് മുഴുവൻ ഇയാൾ പോലീസിൽ ഉന്നതമായ സ്ഥാനത്ത് ഇരിക്കുകയാണ്. ഈ എതിരായിട്ടുള്ള രമേശൻ നമ്പ്യാർ എന്ന് പറഞ്ഞാൽ ആരാണ്? അയാൾ രോഗിയാണ്. അയാൾ ഈ കേസ് എന്നെ ഏൽപ്പിക്കുമ്പോൾ തന്നെ അയാൾ ബാംഗ്ലൂർ കിടക്കാൻ, അയാൾക്ക് രോഗമാണ്. അല്ല, എങ്ങനെയാണ് ഈ രമേശൻ നമ്പ്യാരും ഈ ശ്രീജിത്തും തമ്മിലുള്ള ബന്ധം എന്താണ്? താങ്കളുടെ കക്ഷിയായിരുന്നല്ലോ. അല്ല, അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് സംബന്ധിച്ച് അത് അയാൾ തന്നെ പറയണം. എങ്ങനെ ഇയാൾ അയാളുടെ വീട്ടിൽ താമസിക്കാനിടയായി. അപ്പം അയാൾ കൊടുത്ത പരാതിയിലാണ് ഇയാളുടെ ബിനാമി ബാങ്ക് അക്കൗണ്ടുകളെ കുറിച്ച് പറയുന്നത്. ശരി, ഇത് ബിനാമി ബാങ്ക് അക്കൗണ്ടുകൾ എന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പം 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിൽ 2-3 പിന്നെ ബിനാമി ബാങ്ക് അക്കൗണ്ടുകൾ സ്ത്രീകളുടെ പേരിലായിരുന്നു. അതൊക്കെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞു. ഞാൻ ഈ വീഡിയോ ചെയ്തൊരു 1-2 ആഴ്ച കഴിഞ്ഞപ്പോൾ അതിൽ 2 സ്ത്രീകൾ എനിക്ക് നോട്ടീസ് അയച്ചു, വക്കീൽ നോട്ടീസ് അയച്ചു. ആ 2 സ്ത്രീകൾക്ക് ഞാൻ മറുപടി കൊടുത്തു. ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞു. പക്ഷെ അവരെനിക്കെതിരെ കേസ് കൊടുത്തിട്ടില്ല. മനസ്സിലായോ? ഞാൻ വാദിച്ചത് എന്താ? ഞാൻ വാദിച്ചത് രമേശൻ നമ്പ്യാർ ഇയാളുടെ വീട്ടിൽ താമസിക്കുമ്പോൾ രമേശൻ നമ്പ്യാർ പാപ്പരാണ്. രമേശൻ നമ്പ്യാർക്ക് ഒരു പൈസയുടെ വരുമാനം ഇല്ല. പക്ഷേ രമേശൻ നമ്പ്യാർ ഇയാളുടെ വീട്ടിൽ താമസിച്ച സമയത്ത് 30-40 ലക്ഷം രൂപ രമേശൻ നമ്പ്യാരുടെ അക്കൗണ്ടിൽ കൂടെ ട്രാൻസാക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ തെളിവുകളെല്ലാം താങ്കൾ കണ്ടു ബോധ്യപ്പെട്ടതാണ്. ഇതിന്റെ തെളിവുകളെല്ലാം ബോധ്യപ്പെടുകയും ഇതിന്റെ തെളിവുകളെല്ലാം വിജിലൻസ് കോടതി കൊടുത്തിട്ടും വിജിലൻസ് കോടതി ഇതൊന്നും പരിഗണിച്ചില്ല. സുമേഷ്, എൻ്റെ ചോദ്യം വളരെ സിമ്പിളായിരുന്നു. എൻ്റെ ചോദ്യം ഞാൻ കോടതിയോട് പറഞ്ഞു, ബഹുമാനപ്പെട്ട കോടതി, ഇയാൾ പാപ്പരാണ്. ആര്? രമേശൻ നമ്പ്യാർ പാപ്പരാണ്. രമേശൻ നമ്പ്യാർ ശ്രീജിത്തിൻ്റെ കൂടെ ഔദ്യോഗിക വസതിയിലാണ് താമസിക്കുന്നത്. അപ്പോൾ പാപ്പരായിട്ടുള്ള രമേശൻ നമ്പ്യാർ ശ്രീജിത്തിൻ്റെ ഔദ്യോഗിക വസതി താമസിക്കുകയും ആ പാപ്പരായിട്ടുള്ള രമേശൻ നമ്പ്യാർ ശ്രീജിത്തിൻ്റെ ഔദ്യോഗിക വസതി താമസിക്കുമ്പോൾ ആ രമേശൻ നമ്പ്യാരുടെ അക്കൗണ്ടിൽ കൂടെ 30 ലക്ഷം 40 ലക്ഷം പോകുന്നതിൻ്റെ കംപ്ലീറ്റ് ബാങ്ക് ഡോക്യുമെൻറ്റ്സ് എൻ്റെ കയ്യിലുണ്ട്. ഇതെങ്ങനെ പോയി എന്ന് ഞാൻ ചോദിക്കുമ്പോൾ വിജിലൻസ് കോടതി അത് തള്ളിയെന്ന് പറഞ്ഞാൽ അങ്ങനെ വിടാൻ പറ്റുമോ? അത് ശരിയാണോ? അത് കഴിഞ്ഞ് ഞാൻ അപ്പീലിന് ശ്രമിച്ചപ്പോഴത്തേക്കാണ് എനിക്ക് രമേശൻ നമ്പ്യാരെ കിട്ടുന്ന പോലുമില്ല. അയാളെ കാണാൻ പോലും കിട്ടുന്നില്ല. മനസ്സിലായി? അപ്പോൾ അതുകൊണ്ട് ഇയാളെന്തോ മാലാഖയും കാവൽ മാലാഖയാണെന്നും പറഞ്ഞാലൊന്നും നടക്കില്ല. അത് വിശ്വസിക്കില്ല. മുഴുവൻ രേഖകളും ഉണ്ട്. ആകെപ്പാടെ അയാൾക്ക് പറയാവുന്ന വിജിലൻസ് കോടതി അവിടെ തള്ളിയെന്നാണ്. അതിൻ്റെ അടുത്ത നടപടിയിലേക്ക് ഞാൻ പോകുന്നുണ്ട്. രമേശ് നമ്പ്യാർ ഇപ്പോൾ അന്വേഷിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട്. പക്ഷേ എൻ്റെ ക്രിമിനൽ കേസിൽ ഇവരെല്ലാം സാക്ഷികളാ. പിന്നെ CJM കോടതി കിടക്കുന്ന കേസിൽ. അപ്പോൾ അതുകൊണ്ട് ഇയാൾ ആരോപണ വിധേയനാണ്. ഇയാളൊരു കാവൽ മാലാഖയും വെള്ളരിപ്രാവുമൊന്നുമല്ല. ഇയാൾക്കെതിരായിട്ടുള്ള സ്ത്രീപീഡനമൊക്കെയായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. അതൊക്കെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ എൻ്റെ കേസ്, എൻ്റെ നടപടികൾ മുന്നോട്ട് പോകുമ്പോൾ കോടതിയിൽ അത് വന്നോളും. ഞാൻ അപ്പോഴേ ഞാൻ അതൊക്കെ പറയുന്നുള്ളൂ. അതിൽ ചെറിയൊരു ഉദാഹരണമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അത് പറഞ്ഞത് CPM-ൻ്റെ MLA-യുടെ ഭാര്യ ദേവകി നമ്പീശനാണ്. അവരുടെ മക്കളെയും മക്കളുടെ മക്കളെയും സ്വാധീനത്തിലാക്കി എന്ന് പറഞ്ഞാൽ മക്കളെയും മക്കളുടെ മക്കളെയും സ്വാധീനത്തിലാക്കി മക്കളും മക്കളുടെ മക്കളുമായി ഒരേ സമയം അവരെല്ലാം സ്വാധീനത്തിലാക്കിയെന്നാണ് അർത്ഥം. ഇതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാം. ഞാൻ അതിനകത്തേക്ക് പോകുന്നില്ല. നമ്പീശൻ മാസ്റ്റർ മരിച്ചതിൻ്റെ കാരണം പോലും ഇതാണെന്നാണ് അയാളുടെ ഭാര്യ പറയുന്നത്. ആ മരിച്ച ASN നമ്പീശൻ CPM-ൻ്റെ MLA ആയിരുന്നു. ആലോചിച്ച് നോക്കണം ഇതിൻ്റെ തീവ്രത എത്ര ഭീകരമാണെന്ന്. എന്നിട്ട് ഇതിലെല്ലാം പാർട്ട് ആൻഡ് പാർസലായ അയാൾ ഇരുന്നിട്ട് പറയുകയാണ് ഞാൻ ഒന്നുമല്ല അയാളാണെന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. അതാണ് അത്രയും ഭാഗം. അത് സംബന്ധിച്ച് വല്ല സംശയങ്ങൾ ഇത് സംബന്ധിച്ച് എനിക്ക് ബോധ്യമായിട്ടുണ്ട്. ഇനി താങ്കൾ അവസാനമായി കൊടുത്തൊരു കേസുണ്ടല്ലോ, ഈ ദുബായിൽ അദ്ദേഹം ഒരു സ്പാ ഉദ്ഘാടനം ചെയ്യാൻ പോയതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയം. അപ്പോൾ താങ്കൾക്ക് ചില സ്ത്രീകളുടെ വക്കീൽ നോട്ടീസ് കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നു. എന്താണ് അതിനെക്കുറിച്ച്? അതായത് ഫെബ്രുവരി 1 മറ്റാണെന്ന് തോന്നുന്നു ഇയാൾ അബുദാബിയിൽ
അബുദാബിയിൽ ഒരു ആയുർവേദ സ്ഥാപനം, എൻ്റെ പേരിലേക്ക് ഞാൻ വരാം, അത് ഉദ്ഘാടനം ചെയ്യാൻ അവിടെ നിന്ന് ഇറങ്ങും. ആ ഉദ്ഘാടനം ചെയ്യാൻ ചെന്നിറങ്ങുന്ന ആ വീഡിയോയിൽ, BGM കൂടിയുള്ള വീഡിയോകളിലൊക്കെ അയാൾ ഇടുന്നത് 10-40,000 രൂപയുടെ വിലയുള്ള ഷർട്ട്, ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള കണ്ണാടി, ഇതൊക്കെ വെച്ചുകൊണ്ടാണ്. എൻ്റെ എല്ലാം വീഡിയോ ഉണ്ട് ഇതിനകത്ത്. അയാൾ അവിടെ പോയി ഇറങ്ങുന്നു. ഇനിയാന്നും പറഞ്ഞൊരു സിനിമാ നടി അവരും ഇതിലുണ്ട്, ഈ ഉദ്ഘാടനത്തിലുണ്ട്. അവർ മുന്തിയ സർക്കാർ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട് എന്നും പറഞ്ഞ് അവർ പറയുന്നുണ്ട്. ആ ആയുർവേദ സ്ഥാപനത്തിൻ്റെ പരസ്യ ഇതുണ്ടല്ലോ, സ്ക്രീൻഷോട്ട്, അതിൽ യൂണിഫോമിലാണ് ഇയാൾ പങ്കെടുക്കുന്നത്. യൂണിഫോമിലാണ് ഇയാളുടെ പടം അവിടെ വെച്ചിരിക്കുന്നത്. യൂണിഫോമിലാണ് ഈ ദുബായിലെ ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നത്. അല്ല, അതായത് ആ ചടങ്ങിൽ പങ്കെടുക്കുന്നതിൻ്റെ ഇൻവിറ്റേഷൻ ഇതുണ്ടല്ലോ, ആ ഇൻവിറ്റേഷൻ കാർഡിൽ യൂണിഫോമിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ADGP S ശ്രീജിത്ത് എന്നും പറഞ്ഞാണ് പറഞ്ഞിരിക്കുന്നത്, ആണല്ലോ. അപ്പോൾ അത് സംബന്ധിച്ച് എനിക്ക് വ്യക്തമായ വിവരങ്ങൾ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഒരു വീഡിയോ ചെയ്തു. ആ വീഡിയോയുടെ പരാമർശ വിഷയം എന്ന് പറഞ്ഞാൽ എന്താ? ആ വീഡിയോയുടെ പരാമർശ വിഷയം എന്ന് പറയുന്നത്, കേരളത്തിലെ ഉന്നതനായിട്ടുള്ളൊരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇതുപോലെ വിദേശത്ത് പോയി ഒരു സ്വകാര്യ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്നത് നിയമവിരുദ്ധമാണോ അല്ലേ? ഇതാണ് എൻ്റെ വീഡിയോയുടെ പരാമർശ വിഷയം. മനസ്സിലായില്ലേ? അപ്പോൾ അതിനകത്തൊക്കെ വളരെ ഗൗരവമായിട്ടുള്ള വിഷയങ്ങൾ വരുന്നുണ്ട്. ഞാൻ കേന്ദ്ര ഗവൺമെൻറ് ഏജൻസികൾക്കൊക്കെ പരാതി കൊടുക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അവിടെ ഒരു ആയുർവേദ സ്ഥാപനത്തിന് ഉദ്ഘാടനത്തിന് പങ്കെടുക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒരു ആയുർവേദ സ്ഥാപനം തുടങ്ങണമെങ്കിൽ ആ സ്ഥാപനത്തിൽ ആ രാജ്യത്തെ ഗവൺമെൻറ്റിൻ്റെ പങ്കാളിത്തം കൂടെ വേണം. അതെ. അപ്പം അബുദാബി ചെന്നിട്ട് നിനക്ക് ഉസ്മേഷിന് സ്വന്തമായിട്ടൊരു ഇത് തുടങ്ങാൻ പറ്റില്ല, അവിടുത്തെ ഗവൺമെൻറ് പാർട്ട്ണർഷിപ്പ് കൂടെ വേണമല്ലോ. സ്വാഭാവികമായി അവരുടെ ഗവൺമെൻറ്റിൻ്റെ പാർട്ട്ണർഷിപ്പും കൂടെയുള്ള ഒരു സ്ഥാപനത്തിൽ ഇയാൾ പോയത് നിയമപരമാണോ നിയമവിരുദ്ധമാണോ? നിയമവിരുദ്ധമല്ലേ ഇത്? ഇല്ലേ? ഇനി ആ സ്ഥാപനത്തിൽ ഏതൊക്കെ രാജ്യത്തുള്ളവരുണ്ടെന്ന് ആർക്കറിയാം? ചിലപ്പോൾ പാകിസ്ഥാൻകാരുണ്ടാവും, ചിലപ്പോൾ വേറെ ഏതെങ്കിലും രാജ്യത്തുള്ളവരുണ്ടാവും. ഇതുപോലെ ഇയാൾ പരിശോധിച്ചിട്ടുണ്ടോ? അപ്പോൾ അതുകൊണ്ട് അത് നിയമവിരുദ്ധമാണെന്നും 968 ഇവരുടെ കോൺട്രാക്ട് റൂൾസിന് വിരുദ്ധമായിട്ടാണ് ഇയാൾ അവിടെ പോയി പങ്കെടുത്തതെന്നും ഉള്ള കൃത്യമായ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതായിരുന്നു എൻ്റെ വീഡിയോയുടെ പരാമർശ വിഷയം. അത് നല്ലപോലെ ആളുകൾ കാണുകയും ചെയ്യും. പക്ഷേ പിന്നീട് എന്താണ് അതിൽ സംഭവിച്ചത്? അത് ചെയ്തൊരു 4 ദിവസം കഴിഞ്ഞപ്പോൾ, 5 ദിവസം കൊണ്ട് കഴിഞ്ഞപ്പോൾ, ഇയാൾ ഉദ്ഘാടനത്തിന് ചെന്നത് ഒരു ആയുർവേദ സ്പാ ഉദ്ഘാടനം ചെയ്യാനാണെന്നും ആ സ്പാ എന്ന് പറയുന്ന, അപ്പം ഇയാൾ ഉദ്ഘാടനം ചെയ്യാൻ പോയതെന്തോ നവ ആയുർവേദിക് സ്പാ ആണ്. സ്പാ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ. ഇതാണ് ഞാൻ ആകെ പറഞ്ഞിരിക്കുന്നൊരു വാചകം, കൂട്ടിയാലും കുറച്ചാലും ഇതേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം ഇങ്ങനെ പറഞ്ഞതിൻ്റെ പുറകിൽ എന്തോ ലൈംഗികമായ എന്തോ താല്പര്യങ്ങളുണ്ടായിരുന്നെന്നും ആ സ്പായിൽ പ്രവർത്തിച്ചിരുന്ന സ്ത്രീകളുടെ എല്ലാം സ്ത്രീത്വത്തെ അത് ബാധിച്ചുവെന്നും അതിൽ ചിലരുടെ വിവാഹം പോലും മുടങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട് ഇയാളെന്ന് ഞാൻ പറയാൻ കാര്യം ഞാൻ പിന്നീട് പറയാം. ആ സ്ഥാപനത്തിൻ്റെ ഉടമയായിട്ടുള്ള ഒരു കണ്ണൂരുള്ള ഒരു ഡോക്ടർ, ഒരു സ്ത്രീ എനിക്കെതിരെ സൈബർ പോലീസിന് പരാതി കൊടുക്കുന്നു. സൈബർ പോലീസ് എന്ന് പറഞ്ഞാൽ ആരാണ്? സൈബർ ഓപ്പറേഷൻസിൻ്റെ ചുമതല മുഴുവൻ ഇയാൾക്കാണ്. ഇയാൾ പോയി ഉദ്ഘാടനം ചെയ്ത സ്ഥാപനത്തിൻ്റെ ഉടമയാണ്. ആ ഉടമ ഇയാളുടെ കീഴിലുള്ള ഒരു വകുപ്പിന് ഒരു പരാതി കൊടുക്കുന്നു. ഉടനെ തന്നെ FIR ഇടുന്നു. എനിക്കൊരു FIR ഇട്ടു, 12-ാം തീയതി FIR ഇട്ടു. അപ്പോൾ അതിൻ്റെ തുടർ നടപടികളൊന്നും കണ്ടില്ല. അത് കഴിഞ്ഞ് ഈ കഴിഞ്ഞ തിങ്കളാഴ്ച മാതൃഭൂമിയിലെ ഒരു ചെറുക്കൻ, CG അരുൺ സിംഗ് എന്നാണ് ആ ചെറുക്കൻ്റെ പേര്. ഇന്ന് ചിലപ്പോൾ എൻ്റെ മകൻ്റെ പ്രായം അല്ലെങ്കിൽ ഇച്ചിരൂടെയൊക്കെ കൂടി കാണും. ആ ചെറുക്കൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു. എനിക്ക് സത്യം പറഞ്ഞാൽ മനോരമ മാതൃഭൂമിയിൽ ഞാൻ വേറെ പറയാം. അപ്പോൾ അതിനകത്ത് അയാൾ പറയുന്നത്, ഈ സ്ഥാപനത്തിലെ 7 സ്ത്രീകൾ അവരുടെ സ്ത്രീത്വത്തിനെതിരായി, അതായത് സ്പാ എന്ന് ഞാൻ ഉപയോഗിച്ചതും സ്പാ എന്താണെന്ന് അറിയാമോ എന്ന് ചോദിച്ചതും അവരുടെ സ്ത്രീത്വത്തെ ബാധിച്ചു, അവരുടെ എന്താ കല്യാണമൊക്കെ മുടങ്ങിയെന്ന് പറഞ്ഞ് 7 സ്ത്രീകൾ. ആ CG അരുൺ സിംഗ് എന്ന് പറഞ്ഞാൽ ആ ചെറുക്കൻ പറയുകയാണ്, എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല, 64 വർഷമായിട്ട് സമരം ചെയ്ത് എല്ലാം നഷ്ടപ്പെട്ട് നടക്കുന്ന ഞാൻ പറയാണ്. ആ CG അരുൺ സിംഗ് പറയാണ്, കൂട്ടത്തോടെ സ്ത്രീകൾ ഷാജഹാനെതിരെ പരാതി കൊടുക്കുന്നു, അറസ്റ്റ് ഉണ്ടാകുന്നു. ഈ 7 പരാതി കൊടുത്തതിൽ താങ്കൾക്ക് എന്തെങ്കിലും അറിവ് കിട്ടിയോ? ഇതല്ലാതെ, ഈ അരുൺ സിംഗ് പറഞ്ഞതല്ലാതെ എന്തെങ്കിലും അറിവ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായോ? ഒരറിവുമില്ല. ഞാൻ പറഞ്ഞ ഈ CG അരുൺ സിംഗ് എന്നൊക്കെ പറഞ്ഞ ചെറുക്കൻ എങ്ങനെയാണ് അയാളെ ഒരു മാധ്യമപ്രവർത്തനമായിട്ട് നമുക്ക് കരുതുന്നത്? ഈ ശ്രീജിത്ത് എന്ന് പറഞ്ഞ ഇയാൾ കൊടുക്കുന്ന ഈ വിവരക്കെടി ഷർദിൽ തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന ഇവൻ എങ്ങനെയാണ് മാധ്യമപ്രവർത്തനം എങ്ങനെ വിളിക്കാൻ പറ്റും? കൂട്ടത്തോടെ സ്ത്രീകൾ
ഷാജഹാനെതിരെ കൊടുത്തിരിക്കുന്നു, അറസ്റ്റ് വേണേ ഉണ്ടാകാമെന്നൊക്കെ പറഞ്ഞ് ഈ ഈ ഈ ശ്രീജിത്തിൻ്റെ ഛർദിൽ വിഴുങ്ങുകയാണ് ഇവൻ ആര് അരുൺ സിംഗ്. എന്നിട്ട് പറയുകയാണ് എറണാകുളത്തെ പിന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒരു സ്ത്രീകൾക്കെതിരെ അത് അപകീർത്തിപരം. ഇവന് ABCD അറിയാവോ എന്ന് ഞാൻ ചോദിച്ചു. ABCD എങ്കിലും ഈ CG അരുൺ സിംഗിന് അറിയാമെങ്കിൽ ആ എറണാകുളം CJM കോടതിയിലെ ആ വിധിന്യായം എടുത്ത് വായിച്ചു നോക്കില്ലേ. ആ വിധിന്യായത്തിലല്ലേ കോടതി എന്നെ ജാമ്യം തന്ന് വേറെ നിങ്ങൾ വീട്ടിൽ പോയിക്കൊള്ളാൻ പറഞ്ഞത്. അപ്പോൾ ഇയാൾ ഇതുപോലെ കൊടുത്തിരിക്കുകയാണ്. അവന് ഫിറ്റിംഗ് ആയിട്ട് ഞാനൊരു വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. അത് കിട്ടുമ്പോൾ അരുൺ സിംഗ് അത് കിട്ടുമ്പോൾ അരുൺ സിംഗിൻ്റെ ചന്തി ഇങ്ങനെ ഒന്ന് ചൂടാവും, ഒന്ന് വറചട്ടിയിരിക്കുന്ന പോലെ ഇരിക്കും. ആ സാധാരണ പോലെ വന്ന ഒരു ഇതല്ല എന്നുള്ളത് CG അരുൺ സിംഗ് മനസ്സിലാക്കും. ഇനി മാതൃഭൂമിയിലെ കാര്യം കൂടെ ഞാൻ പറഞ്ഞേക്കാം. ഞായറാഴ്ച എനിക്ക് ചിലർ അയച്ചു തന്നു. മാതൃഭൂമിയിൽ അനന്തകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു പയ്യൻ, ശബരിമല കൊള്ളയൊക്കെ സമയം നല്ലപോലെ എനിക്ക് ബഹുമാനമൊക്കെ ഉള്ള ചെറുക്കനാണ്. ആ ചെറുക്കനോട് ശ്രീജിത്ത് ഔദ്യോഗിക വേഷത്തിൽ നിന്ന് അയാളുടെ സ്വകാര്യ അന്യായത്തെക്കുറിച്ചും അത് തന്നെ നിയമവിരുദ്ധമാണ്. കാരണം ഔദ്യോഗിക വേഷത്തിൽ നിന്ന് പിന്നെ ഈ സ്വകാര്യ അന്യായത്തെക്കുറിച്ച് പറയാൻ പറ്റില്ല. അദ്ദേഹം പറഞ്ഞത് താങ്കൾ നിരന്തരം ഇത് പോലീസിനെ അപകീർത്തിപ്പെടുത്തുകയാണ്, പോലീസിനോട് ശത്രുതയുള്ള ആരോ ആണ് താങ്കളുടെ പിന്നിൽ എന്നുള്ളൊരു സംശയമാണ് ADGP ശ്രീജിത്ത് പറയുന്നത്. ഞാൻ അവൻ്റെ മറുപടിക്കൊന്നും ഞാൻ അങ്ങനെ ഓരോ തെളിയാൻ പോകുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് ഇയാളുമായിട്ട് ചെയ്യുന്നത് കണ്ടു. അത് കണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇയാളെ വിളിച്ചു. അനന്തകൃഷ്ണൻ വിളിച്ചു. അനന്തകൃഷ്ണൻ വളരെ സ്നേഹത്തോടുകൂടി എന്നോട് പറഞ്ഞു, സാറേ അത് നമുക്ക്, ഞാൻ പറഞ്ഞത് എനിക്കൊന്ന് മറുപടി പറയാൻ അവസരം തരണം. തരാം സാർ, കുഴപ്പമില്ല, ഇപ്പോൾ എപ്പോഴാണെന്ന് വെച്ചാൽ അപ്പോൾ പറഞ്ഞു ഞായറാഴ്ച ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞായറാഴ്ച ഞാൻ സിറ്റിയിലേക്ക് വരാം എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് സിറ്റിയിലേക്ക് പോകും. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അയാൾ ആദ്യം അമലെന്ന് പറഞ്ഞൊരു പയ്യനെ ഏൽപ്പിച്ചു. ആ പയ്യൻ പറഞ്ഞു, സാറേ ഞാനൊരു മീറ്റിംഗ് പങ്കെടുക്കുകയാണ്, അവിടെ ഇന്ദുലേഖ എന്ന് പറഞ്ഞൊരു കൊച്ചുണ്ട്, കുട്ടിയെ ഞാൻ അങ്ങോട്ട് വിടാം എന്ന് പറഞ്ഞൊരു ചെറിയ പെൺകുട്ടി എൻ്റെ അടുത്ത് വന്നു. ഞാൻ വളരെ വിശദമായി അതിനോട് പറഞ്ഞു, കാര്യങ്ങളെല്ലാം പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു നിങ്ങളുടെ യൂട്യൂബിലും നിങ്ങളുടെ ചാനലൊക്കെ വന്നാണ്, അവിടെയൊക്കെ എൻ്റെ പ്രതികരണം ശരി എന്ന് പറഞ്ഞങ്ങ് പോയി. ഉച്ച കഴിഞ്ഞിട്ട് അനക്കൊന്നുമില്ല. അപ്പം ഞാൻ അനന്തകൃഷ്ണനെ ഞാൻ വിളിച്ചു. അല്ല, ഈ കൊച്ചിനെ ഞാൻ വിളിച്ചു. ഈ കൊച്ചിനെ വിളിച്ചപ്പോൾ കൊച്ചിനോട് വിളിച്ചപ്പോൾ പറഞ്ഞു, സാർ ഞാൻ അനന്തകൃഷ്ണൻ സാറിൻ്റെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അനന്തകൃഷ്ണൻ ഞാൻ വിളിച്ചു. അപ്പോൾ ചെറിയൊരു ഭാവമാറ്റം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ സാർ ചെയ്യാം സാർ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു. അത് കഴിഞ്ഞിട്ട് അനക്കമില്ല. അത് വന്നിട്ടുണ്ടോ? അത് ഇല്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, പിന്നെ മാർഷൽ സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ ആളാണ് ബ്യൂറോ ചീഫ്. ആ ബ്യൂറോ ചീഫിനെ ഞാൻ വിളിച്ചു. എൻ്റെ സുഹൃത്താണ്, എടുത്തില്ല. അപ്പം ഞാനൊരു ഓഡിയോ ഇട്ടു, ഇങ്ങനെ അത്യാവശ്യ കാര്യം പറയേണ്ടത് പ്രിയാമങ്ങൾ ഇതുവരെ എടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാതൃഭൂമിക്ക് ഒരു വക്കീൽ നോട്ടീസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ശ്രീജിത്ത് എന്ന് പറഞ്ഞവനും ഞാനൊരു വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. കാരണം പച്ചക്കള്ളം നട്ടാൽ കുരുക്കാത്ത നുണ വിളിച്ചു പറയുന്നുണ്ട്. അത് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഞാൻ എനിക്കെതിരെ വന്ന ഈ ഇതുണ്ടല്ലോ, ഈ പിഴ, എനിക്കെതിരെ പിഴ, പാപകീർത്തികരം, പിഴ എന്നാണല്ലോ ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് അതിൻ്റെ വസ്തുത എന്താണെന്ന് ചോദിച്ചാൽ അത് എക്സ്പാർട്ടി വിധിയായിരുന്നു എന്ന് പറഞ്ഞാൽ എന്നെ കേൾക്കാതുള്ള വിധിയായിരുന്നു. എൻ്റെ മകനാണ് പിന്നെ സമൻസ് ഒപ്പിട്ട് മേടിച്ചത്. അന്ന് അവൻ പ്രായപൂർത്തിയായിട്ടില്ല. ഇപ്പം ഞാൻ അറിയാതെ വന്ന വിധിയാണ്. സ്വാഭാവികമായും എൻ്റെ അറിവില്ലാതെ വന്ന വിധിയാണെന്നുള്ളത് കൊണ്ട് അത് അസ്ഥിരപ്പെടുമല്ലോ. അത് സ്വാഭാവികമാണല്ലോ. കാരണം എക്സ്പാർട്ടി വിധി എന്ന് പറഞ്ഞാൽ അത് സെറ്റ് അസൈഡ് ചെയ്യപ്പെടും. സെറ്റ് അസൈഡ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? കേസ് ലൈവ് ആവും. പക്ഷേ ഈ വിധി വന്നത് 1 വർഷം മുമ്പാണ്, അതായത് 2025 ജനുവരിയിലാണ്. എന്താണ് ഇപ്പോൾ പൊങ്ങി വരാനുള്ളൊരു കാരണം? അല്ല, അത് ഇവൻ കൊണ്ടൊന്ന് ഇവൻ ചെയ്യിപ്പിക്കുന്നതാണ്. കാരണം എനിക്കെതിരെ 5 ലക്ഷം വന്നെന്നും പറഞ്ഞിട്ട് അവന് ഇത് ചെയ്യാനും അവൻ കൊടുക്കുന്ന ശരത്തിൽ വിഴുങ്ങാനുള്ള പത്രക്കാരനും കൂടെ ഉണ്ടല്ലോ, അവർക്ക് ഇട്ട് കൊടുക്കുന്നവനാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇത് സെറ്റ് അസൈഡ് ചെയ്ത് ഇപ്പോൾ 2 ദിവസത്തിനുള്ളിൽ കോടതിയിൽ വരും. കോടതിയിൽ വന്ന് അത് നോട്ടീസും കൂടെ പോയി കഴിയുമ്പോഴത്തേക്ക് അത് സെറ്റ് അസൈഡ് ചെയ്യപ്പെടുന്നു. സെറ്റ് അസൈഡ് ചെയ്യപ്പെടുമ്പോഴത്തേക്ക് എന്താണ് സംഭവിക്കുന്നത്? കേസ് വീണ്ടും ലൈവ് ആവും. എന്ന് പറഞ്ഞാൽ കേസ് പിന്നെ വാദിയുടെയും പ്രതിയുടെയും വാദം കേൾക്കാനുള്ള സാഹചര്യത്തിലേക്ക് പോകും എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? എനിക്ക് 5 ലക്ഷം രൂപ പിഴയിട്ടത് വാദിയും പ്രതിയും കേട്ടിട്ടുള്ള അന്തിമമായിട്ടുള്ള വിധിയല്ല. അപ്പം പച്ച കള്ളമല്ലേ ഇയാൾ പോലീസിൻ്റെ വേഷത്തിനൊരു വിലയില്ലേ? പച്ച കള്ളമല്ലേ ഇയാൾ ഞെളിഞ്ഞിരുന്നുകൊണ്ട് പറഞ്ഞത്? ഇനി ഇതേ കേസ് തന്നെ പിന്നെ 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 CJM കോടതിയിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയും തീരുമാനമായിട്ടില്ല. അപ്പോൾ സിവിൽ കേസ്, ക്രിമിനൽ കേസ്, ഇത് രണ്ടും തീരുമാനമായിട്ടില്ല. അപ്പോൾ രണ്ടും തീരുമാനമാകാത്ത സാഹചര്യത്തിൽ ഞാൻ അവനെതിരെ അപകീർത്തികരമായ വീഡിയോ ചെയ്തു, എനിക്ക് 5 ലക്ഷം രൂപ പിഴയിട്ടു എന്ന് പച്ച കള്ളം നട്ടാ കുറിക്കാത്ത നുണയല്ലേ അവൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അവനും പോയിട്ടുണ്ട്, വക്കീൽ നോട്ടീസ് പോയിട്ടുണ്ട്. മനസ്സിലായോ? ഇനി ഒരുപാട് പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും പോകും.
കാരണം ഇവൻ വിദേശത്ത് പോയതൊക്കെ വലിയ തോതിലുള്ള തെറ്റാണ്. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം. ഇതിന് DGP ആണ് കൂട്ടി നിൽക്കുന്നതെങ്കിൽ DGPയും ഇതിനകത്ത് പ്രതിയാവും. ഒരു സംശയവും ആ കാര്യത്തിൽ DGP റവാഡി എൻ്റെ ഒരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതുപോലെ വിദേശത്തുള്ള ഒരു സ്പായോ അല്ലെങ്കിൽ ടെക്സ്റ്റൈൽസോ എന്തെങ്കിലും ആയിക്കോട്ടെ, അവിടെ ഒരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സിനിമാ താരങ്ങളെ അതുപോലുള്ള സെലിബ്രിറ്റികളെയാണ് ക്ഷണിക്കുന്നത്. പക്ഷേ ഇവിടെ വ്യത്യസ്തമായിട്ട് S. ശ്രീജിത്താണ് പോയിരിക്കുന്നത്. അത് തീർത്തും അതെനിക്കൊരു അത്ഭുതമായി തോന്നുന്നുണ്ട്. അല്ല, അതിലെനിക്ക് അത്ഭുതമൊന്നുമില്ല. കാരണം എനിക്കവനെ അറിയാമല്ലോ 1-2 പതിറ്റാണ്ട് കാലമായിട്ട്. പക്ഷേ ഇതിന് ഞാൻ മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത കോടതി ലക്ഷ്യ കേസ് എനിക്ക് വരും, അടുത്ത ഡിഫമേഷൻ കേസ് എനിക്ക് വരും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ ഓഫ് ഓൾ പീപ്പിൾ എന്തുകൊണ്ട് ഒരു ADGP വിളിച്ചു, എന്തുകൊണ്ട് ഇയാളെ വിളിച്ചു, അത് കേൾക്കുന്നവർ തീരുമാനിച്ചോട്ടെ. ഞാൻ അതിനകത്തേക്ക് പോകുന്നില്ല. പക്ഷേ എൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ചോദ്യം, പോലീസ് സേനയിലെ 2ാം സ്ഥാനക്കാരന് എങ്ങനെയാണ് ഒരു വിദേശ രാജ്യത്ത് പോയി ഒരു സ്വകാര്യ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാൻ കഴിയുക എന്ന് മാത്രമല്ല, അതിൻ്റെ ഉടമാവകാശം അവിടുത്തെ സർക്കാരിനും കൂടെ ഉള്ളപ്പോഴാണ്. അപ്പോൾ അതിലാരാണ് ഉടമ, അവിടെ ആരൊക്കെ ജോലി ചെയ്യുന്നുണ്ട്, അവരുടെ താല്പര്യങ്ങൾ എന്താണ്, അവർക്ക് വല്ല സാമ്പത്തിക താല്പര്യമുണ്ടോ, ഇതുവല്ല ഇയാൾ അന്വേഷിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇതറിയാതെ DGP ആക്കാൻ അനുവാദം കൊടുത്താൽ DGPയും പ്രതിയാണ്. ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. ഇനി സ്പാ എന്ന് പറഞ്ഞു, സ്പാ തൊഴിലാളികൾ ഇപ്പോൾ കേസ് കൊടുക്കാൻ പോകണമെന്നാണ് കേട്ടത്. കാരണം സ്പാ തൊഴിലാളികളെ മുഴുവൻ അപകീർത്തിപ്പെടുത്തി. കാരണം സ്പായിൽ ജോലി കഴിഞ്ഞാൽ കല്യാണം മുടങ്ങുമെന്ന് ADGP ഇരുന്ന് പറയുകയാണ്. അല്ല, അവിടെ സ്പാ എന്നുള്ള വാക്കാണല്ലോ അവരുടെ പ്രൊമോഷൻ വീഡിയോകളിൽ പോലും ഉപയോഗിച്ചിരുന്നത്. സ്പാ എന്നുള്ള വാക്കാണ്. അവിടുത്തെ ഒരു സ്ത്രീ പോലും ഫേഷ്യൽ ഇതുപോലുള്ള സാധനങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അവരുടെ ഇത് വെബ്സൈറ്റിൽ എന്തോ മസാജിങ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടെന്നൊക്കെ പറഞ്ഞാണ് കേൾക്കുന്നത്. എനിക്ക് അറിയില്ല. അപ്പം അതൊന്നാമത്. 2ാമത്തെ കാര്യം, അയാൾ ഉദ്ഘാടനത്തിൽ പങ്കെടുത്ത സ്ഥാപനത്തിലെ സ്ത്രീകൾ അയാളുടെ കീഴിലുള്ള സൈബർ പോലീസിന് പരാതി കൊടുക്കുന്നു, അവർ കേസെടുക്കുന്നു. എന്നിട്ട് ഇവൻ വന്നിരുന്നുകൊണ്ട് ഇവൻ്റെ ഓഫീസിലിരുന്നുകൊണ്ട് ഷാജാനെതിരെ കേസും അന്വേഷണം നടത്തി. ഇവൻ ആരാണ് ഇവൻ? ഞാൻ ചോദിക്കുന്നത്, വേറെ എത്രയോ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇവിടെ ഉണ്ട്. ഇവിടെ മനോജ് എബ്രഹാം ഉണ്ട്, വേറെ എത്രയോ അതിൽ ഇവനെ കുറിച്ച് ഇപ്പോൾ MR രാജകുമാറെ കുറിച്ച് ഒരു വിവാദം വന്നിട്ടുണ്ട്. ഇവനെതിരെ എന്തുമാത്രം വിവാദങ്ങൾ ഇപ്പൊ തന്നെ ശബരിമല കൊള്ള നടന്നതിന് ശേഷം. അതാണ് ഈ ഷർദിൽ നിന്ന് പത്രക്കാരൻ ഞാൻ പറയുന്നതാണ്. ഉണ്ണികൃഷ്ണൻ പോയി അവനെ പൊന്നാട എണീച്ചു. ഫോർ വാട്ട് റൈം ഓർ റീസൺ? DGP മറുപടി പറയുന്നതിന് DGP പറ മറുപടി. എന്തിനാണ് ശബരിമല പെരുങ്കൊള്ള കേസിലെ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി DGP ഓഫീസിൽ ചെന്ന് ഇവന് പൊന്നാട എണീച്ച് എന്തിനാണ്? ഇവനാണ് ശബരിമലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ. എന്തിനാണ് ഇവന് പൊന്നാട എണീച്ചത്? ഇനി 2025 ജനുവരിയിൽ ഇവനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയൊക്കെ കൂടുന്ന ശബരിമലയിൽ ആദരിച്ചത് എന്തിന്? അതിൻ്റെ വീഡിയോ ഇല്ലേ? എന്താണ് DGPക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ശബരിമല അവിടെ സിനിമാ ചിത്രീകരണത്തിന് പോയി, ഇവൻ്റെ അനുവാദത്തിന് പോയി. അപ്പോൾ ഇവനുണ്ടല്ലോ, ഇവൻ വിവാദങ്ങളുടെ രാജകുമാരനാണ്. എനിക്ക് തോന്നുന്നത് ഇവൻ DIG ആയിരുന്നപ്പം ഇവനെതിരെ അന്വേഷിച്ച IG മറ്റോ ആയിട്ടുള്ള ഗോപിനാഥിൻ്റെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് ഇയാളുടെ ഒരു കൃത്രിമ സിം കാർഡ് ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് മോസ്റ്റ് അൺബിക്കമിങ് ഓഫ് എ പോലീസ് ഓഫീസർ എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ പോലീസ് ഓഫീസർക്ക് ഒരിക്കലും ചെയ്യാൻ പാടില്ല കൃത്രിമ സിം കാർഡ്. ആലോചിച്ച് നോക്ക്. DIG അവൻ്റെ കൂടെ താങ്കൾ കണ്ടതാണോ? ആ റിപ്പോർട്ടെല്ലാം എൻ്റെ ഉണ്ടല്ലോ. എന്ന് മാത്രമല്ല, എന്താണ് ഒരു കൂടെയുള്ള അഭിലാഷം എന്ന് പറഞ്ഞൊരു DYSP കൈക്കൂലി കേസിൽ കൊടുക്കാൻ ശ്രമിച്ചു. കൈക്കൂലി കേസിൽ ഒരു ഭൂമി മാഫിയായിട്ട് കർണാടകത്തിൽ ഭൂമി ഇടപാടിന് ശ്രമിച്ചു. ഇതെല്ലാം എൻക്വയറി റിപ്പോർട്ടിലുള്ളതാണ്. ഇങ്ങനെയൊക്കെ ചെയ്തവൻ ഞെളിഞ്ഞിരുന്നുകൊണ്ട് അവൻ പറയുകയാണ്, എനിക്കറിയില്ല ഷാജാൻ എന്താ ചെയ്യുന്നത്. അവനറിയില്ലെങ്കിൽ എനിക്കറിയാം. എൻ്റെ കയ്യിൽ അതിൻ്റെ മുഴുവൻ രേഖകളും എൻ്റെ കയ്യിലുണ്ട്. പിന്നെ അവൻ മനസ്സിലാക്കി കണ്ട കാര്യം എന്ന് വെച്ചാൽ ഒന്നേ ഉള്ളൂ. VS അച്യുതാനന്ദൻ്റെ മരിച്ചെങ്കിലും VS അച്യുതാനന്ദൻ്റെ ആത്മാവ് പേറിക്കൊണ്ട് നടക്കുന്നൊരു മനുഷ്യനാണ് ഞാൻ. അതിൻ്റെ അവസാനം കണ്ടിട്ടേ ഞാൻ പോവുള്ളൂ. അല്ല, അപ്പോഴും ഞാൻ ഇടയ്ക്ക് ചോദിക്കാൻ പോയ ഒരു സംശയം വിട്ടുപോയതാണ്. അതായത് ഈ പറയുന്ന നമ്പീശൻ്റെ മകൾ സതീദേവി PS മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തെ കണ്ട് പരാതി കൊടുത്തു എന്ന് പറയുന്നു. ആ പരാതിയിൽ എന്ത് നടപടി ഉണ്ടായി? കാരണം BSന്റെ കയ്യിലാണ് പരാതി കൊടുത്തത്, അതും അവരുടെ കുടുംബം തകർത്തു എന്നുള്ള ഒരു പരാതിയാണ്. ആ പരാതിയിൽ പോലും ഒന്നും സംഭവിച്ചില്ലെന്ന് പറയുമ്പോൾ ഇവൻ ആരാണെന്ന് മനസ്സിലായോ? അന്ന് VS മുഖ്യമന്ത്രിമാരായിരുന്നു. ആരായിരുന്നു ആഭ്യന്തരമന്ത്രി? കോടിയേരി ബാലകൃഷ്ണനായിരുന്നു. ഇവൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞത് ആരാ? ദേവകി നമ്പീശൻ്റെ ഭർത്താവ് നമ്പീശൻ ആരാ? CPMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും MLA യും. അപ്പോൾ CPMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗത്തെക്കാളും MLA ക്കാളും
VS അച്യുതാനന്ദനേക്കാൾ പോലും CPM സ്വാധീനമുള്ളവനാണ് ഇവൻ. ഇവനെ സസ്പെൻഡ് ചെയ്തത് പിന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോഴാണെന്നാണ് എൻ്റെ ഓർമ്മ, 2013 മറ്റോ. പക്ഷേ ഇവൻ അന്ന് നിർഭാഗ്യവശാൽ ഉമ്മൻചാണ്ടിയെ സ്വാധീനിച്ചാണ് ഇവൻ പിന്നെ അന്ന് തിരിച്ചു കയറിയത്. അന്ന് ഉമ്മൻചാണ്ടിയുടെ ആളായിരുന്നു ഇവൻ. ഇപ്പം ഞാൻ മാത്രമല്ല, ബെന്നി ബെഹനാൻ പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട് ഇവനെതിരെ ഈ ഇടയ്ക്കോ. ബെന്നി ബെഹനാൻ ചോദിച്ചിട്ടുണ്ട്, പൊന്നാട എണീച്ചതിന് പുറകിൽ പൊന്നാണോ എന്ന് ബെന്നി ബെഹനാൻ പത്രസമ്മേളനത്തിൽ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു സംശയവും വേണ്ട. VS 20 വർഷം സമരം ചെയ്തിട്ടാണ് ബാലകൃഷ്ണപിള്ള ജയിലിട്ടത്. ഞാൻ ഈ 2003 തുടങ്ങിയതാണ്, 23 വർഷമായി. പക്ഷേ എനിക്ക് 64 വയസ്സേ ഉള്ളൂ. ഇതിൻ്റെ സത്യം കണ്ടുപിടിച്ചിട്ടേ, കാരണം ഇവനെതിരെ ഞാനിപ്പോൾ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഇവൻ എനിക്കെതിരെ ഇട്ട FIRകളും കൂടെ റദ്ദാക്കാനായിട്ട് ഞാൻ കോടതിയിൽ പോകുന്നുണ്ട്. ഇവനെതിരെ പല നിയമ നടപടികളും ഞാൻ ആലോചിക്കുന്നുണ്ട്. ഇവൻ വിദേശത്ത് പോയതിനെതിരായിട്ട് എല്ലാ കേന്ദ്ര ഏജൻസികൾക്കും ഞാൻ പിന്നെ പരാതി കൊടുക്കാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് ഇനി അവസാനമായിട്ട് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഈ ഗവൺമെൻറ് തീർന്നല്ലോ, ഇനി ഈ ഗവൺമെൻറ് ഇല്ലല്ലോ. ഇനി 1.5 മാസം കൂടെ അല്ലേ ഈ ഗവൺമെൻറ്റിനുള്ളൂ. അടുത്തൊരു ഗവൺമെൻറ് വരും. അടുത്തൊരു ഗവൺമെൻറ് വരുമ്പോൾ ഇവനെതിരായിട്ടുള്ള എല്ലാ പരാതികളും ഇവൻ കേൾക്കുമെന്ന് എനിക്കറിയാം, ഞാൻ പറഞ്ഞേക്കാം. ഇവനെതിരായിട്ടുള്ള അടപടലം പരാതികളും അടുത്ത UDF സർക്കാർ അന്വേഷിച്ചിരിക്കുമെന്നുള്ളത് എഴുതി വെച്ചോളൂ. അതിലൊരു പരാതിക്കാരൻ ഞാനായിരിക്കും, രണ്ടാമത്തെ പരാതിക്കാരൻ ബെന്നി ബെഹനാനായിരിക്കും. ഇപ്പോഴേ ഞാൻ പറഞ്ഞേക്കാം. അതുകൊണ്ട് ഇവൻ്റെ ഛർദിൽ തിന്നുന്ന ഈ പിന്നെ പത്രപ്രവർത്തകരുണ്ട്, അവരൊക്കെ കരുതിയിരുന്നോണം. ഇവൻ കൊടുക്കുന്നത് തൊണ്ട തൊടാതെ വിഴുങ്ങുന്നത്. കാരണം ഇവൻ ഒരുപാട് രഹസ്യങ്ങൾ കൊടുക്കുന്നുണ്ട് അവർക്ക്. അവന് ഇവൻ പിന്നെ ഒറ്റ മിനിറ്റ് ദിലീപിന്റെ കേസിന്റെ പ്രധാനപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇവനല്ലായിരുന്നു അല്ലേ? ആണല്ലോ. എന്തുകൊണ്ടാണ് മാറ്റി? രഹസ്യങ്ങൾ മുഴുവൻ പത്രക്കാരന് ചോർത്തി കൊടുക്കുമായിരുന്നു. അങ്ങനെയാണ് മാറ്റിയത്, ഹൈക്കോടതി ഇടപെട്ട്. മനസ്സിലായില്ലേ? ഇപ്പോഴും ഒരുപാട് മാധ്യമ പ്രവർത്തകർക്ക് ഇവൻ രഹസ്യം ചോർത്തി കൊടുക്കുന്നതിൻ്റെ വിവരങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. അരുൺകുമാർ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ എനിക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. അത് അരുൺകുമാറിന് കൊടുക്കുന്ന അരുൺകുമാർ കൊടുത്തോട്ടെ. പക്ഷേ പരാതി എല്ലാവരും ഡിഫമേഷൻ കേസായിരുന്നു, അവിടെ നിൽക്കട്ടെ, അതിനകത്തുള്ള വകുപ്പുകളൊന്നും നിലനിൽക്കില്ല. പക്ഷേ ഞാനിത് എല്ലാ മാധ്യമപ്രവർത്തകരും, ഇവൻ്റെ ഉച്ചിഷ്ടം ഭക്ഷിക്കുന്ന എല്ലാ മാധ്യമപ്രവർത്തകരോടും ഞാൻ പറഞ്ഞേക്കാം, ഇവൻ തരുന്ന വിവരങ്ങൾ സംബന്ധിച്ച് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ പുറത്ത് വരുമ്പോൾ ഞെട്ടിപ്പോകരുത്. എനിക്ക് അത്രയും മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. അതുകൊണ്ട് ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നത് നമ്മുടെ ടോമിൻ ജെ തച്ചങ്കരിയാണ്. അദ്ദേഹം വളരെ സംഗീതത്തിലും മറ്റു വലിയ ഒരു ഇമേജോട് കൂടുന്ന വ്യക്തിയാണ്. ഇപ്പോൾ റിട്ടയർഡ് ആയതിനു ശേഷം വിജിലൻസ് കോടതിയിൽ കയറി ഇറങ്ങുന്നത് എന്നുള്ള കാര്യം ഞാനിപ്പോൾ അത് ഓർക്കുകയാണ്. അതെ, ഇവൻ ഓർക്കേണ്ടത് ടോമിൻ തച്ചങ്കരിയെ കുറിച്ച്. ടോമിൻ തച്ചങ്കരിക്കെതിരെ ഒരു വാക്ക് ഒരു മാധ്യമവും കൊടുക്കില്ലായിരുന്നു. ടോമിൻ തച്ചങ്കരിക്കെതിരെ 30 വർഷമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ഫ്രണ്ട് ഉണ്ട്, ബോബി കുരുവിള, മിത്രക്കരിക്കാരൻ. 30 വർഷത്തിലധികമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അല്ല, ഞാൻ സഹായിച്ച എങ്ങനെയാണെന്നുള്ള കഥകളൊക്കെ ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും ടോമിൻ തച്ചങ്കരിയെ കുറിച്ച് നമുക്കൊരു വീഡിയോ ഞാൻ പറഞ്ഞുതരാം. ടോമിൻ തച്ചങ്കരി ഇപ്പോൾ വിചാരണ നേരിടുന്നു. ടോമിൻ തച്ചങ്കരി എന്താണ് വരുമാനത്തിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു വിചാരണ നേരിടണം എന്നുള്ള വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ പോയി. ഇവൻ ഓർത്തോണം, ഈ CS ശ്രീജിത്ത് എന്ന് പറഞ്ഞ ഇവൻ എന്നുള്ളത് അങ്ങ് വിട്ടേക്ക്. ഈ ബഹുമാനിതൻ, ഞാൻ ഇവൻ എന്നുള്ളതെല്ലാം മാപ്പ് പറഞ്ഞ് പിൻപാലിച്ചിട്ട് ഈ ബഹുമാനിതൻ എന്നേ ഞാൻ പറയുള്ളൂ. ഈ ബഹുമാന്യൻ ഓർത്തുകൊള്ളണം. പിന്നെ ടോമിൻ തച്ചങ്കരി വരുമാനത്തിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചത് സംബന്ധിച്ച് പിന്നെ വിചാരണയിൽ നിന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യണമെന്ന് പറഞ്ഞ് സുപ്രീം കോടതി പോയി. ആരായിരുന്നറിയോ? വക്കീൽ. ഈ ബഹുമാനിതൻ കേട്ടോണം, മുകുൾ റോത്തുകയായിരുന്നു വക്കീൽ. 3 ലക്ഷം രൂപ കൊടുക്കണം ഒരു സിറ്റിങ്ങിന്. 10-15-20 ലക്ഷം രൂപ ഒരു സിറ്റിങ്ങിന് കൊടുക്കണം. മുകുൾ റോത്തുകയാണല്ലോ സംസ്ഥാന സർക്കാരിന്റെ കേസ് എടുക്കാനായിട്ട് ഇവിടെ വന്നത്. ആണല്ലോ. ആ കേസ് സുപ്രീം കോടതി എടുത്ത് ചവറ്റോട്ടെ കളഞ്ഞിട്ട് ഈ ബഹുമാനിതനായ ശ്രീജിത്ത്, ബഹുമാനിത നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, കോട്ടയം വിജിലൻസ് കോടതിയിൽ അയാൾ വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞതിന് മുമ്പിലത്തെ ആഴ്ച വീഡിയോ ഞാൻ കണ്ടു. വിജിലൻസ് കോടതിയുടെ പുറകിൽ കൂടെ ഇറങ്ങി കോറിഡോറിൽ കുറിച്ചിട്ട് കൂടിയ ഓടുന്നു. അത് ഈ ബഹുമാനിതൻ ആയിട്ടുള്ള ശ്രീജിത്ത് മനസ്സിലാക്കിക്കൊള്ളൂ, ശ്രീജിത്ത് എഴുതി വെച്ചുകൊള്ളൂ. ഇയാൾക്കെതിരായിട്ടുള്ള എല്ലാ ആരോപണങ്ങളും, എവരി അതർ ആരോപണം, സ്ത്രീ വിഷയം ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ അടുത്ത സർക്കാർ വരുമ്പോൾ അന്വേഷണ വിധേയമാക്കും. ഇപ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് എനിക്കെതിരെ ഈ 7 സ്ത്രീകളെ കൊണ്ട് 7 പരാതി കൊടുത്ത് FIR ഇട്ടിട്ട് താങ്കളെ പിടിച്ച് കാപ്പ പ്രകാരം അകത്തിടാനാണോ? അല്ല, ഞാൻ പറഞ്ഞു വെച്ചാൽ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ എന്തൊരു അസംബന്ധമാണ്. ഇവിടെ വിദേശത്ത് ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് ഇവിടെ എങ്ങനെ FIR ഇടാൻ പറ്റും? അപ്പോൾ ഇതെല്ലാം നിയമവിരുദ്ധമാണ്. അതുകൊണ്ട് ഈ ബഹുമാനിതനെതിരെ പോലീസ് ഹരാസ്മെന്റ് കേസ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുത്തൊരു സ്ത്രീ വിദേശത്താണ് കൊടുത്ത FIR ഇട്ടു. അറിയാലോ. അല്ല, എന്നിട്ട് അവസാനം എന്ത് സംഭവിച്ചു? കോടതി ചെന്നപ്പോൾ സംഭവിച്ചത്. അവിടെ ഈ ബഹുമാനിതം മനസ്സിലാക്കിക്കോളൂ, ഇതെല്ലാം
ചോദ്യം ചെയ്യപ്പെട്ടിരിക്കും. ഈ ബഹുമാനിതൻ്റെ തനിനിറം പുറത്ത് വന്നിരിക്കും. കഴിഞ്ഞ തവണ ഈ ബഹുമാനിതൻ സസ്പെൻഷനിലായി പോയത് UDF സർക്കാർ വന്നപ്പോഴാണ്. ഇനിയും UDF സർക്കാർ വരുമ്പോൾ ഇതെല്ലാം ആദ്യാവസാനം അന്വേഷിച്ചിരിക്കും. വിൻസെൻ്റ് പോളിൻ്റെ റിപ്പോർട്ട്, വിൻസെൻ്റ് പോൾ ഇയാൾ കുറ്റക്കാരനാണെന്ന് കണ്ട റിപ്പോർട്ട് ഇയാൾ എന്ത് ചെയ്യുന്നറിയോ? അന്ന് ഏതോ കോൺഗ്രസ് നേതാവിനെ പിടിച്ച് വിൻസെൻ്റ് പോളിനെക്കാരൻ റാങ്ക് കുറഞ്ഞൊരു ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷിപ്പിച്ചിട്ട് കുറ്റമുക്തനാക്കി. മേലുദ്യോഗസ്ഥൻ അന്വേഷിച്ച കേസിന് റീ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയത് കീഴുദ്യോഗസ്ഥനല്ല, അയാൾ അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുത്ത ആ കേസിൽ അയാളെക്കാളും റാങ്ക് കുറഞ്ഞ ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ട് പുനരന്വേഷണം നടത്തിയിട്ട് രക്ഷപ്പെടുത്തുക ഒന്നാമത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കേസ് എന്താ? വിജു എന്നും പറഞ്ഞൊരു വ്യവസായിയുടെ വീട് കയ്യേറിയെന്ന് ഇയാൾ കോട്ടയത്ത് എറണാകുളത്തെ മറ്റേ പോലീസ് കമ്മീഷണറായിരുന്നപ്പം അതിലാണ് അന്വേഷണത്തിൽ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഇയാൾക്ക് 25,000 രൂപ കോസ്റ്റഡി. ഇതൊന്നും കാണാനുള്ള കണ്ണ് ഇവിടുത്തെ ഇയാളുടെ ഉച്ചിഷ്ടം ഭക്ഷിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകൻ ഇല്ലേ? ഞാൻ ഈ ബഹുമാനിതൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് ഉച്ചിഷ്ടം പോലെ എടുത്ത് ഭക്ഷിക്കുന്നവൻ തൃശ്ശൂരിൽ നിന്ന് അന്വേഷിക്കുക. ASN നമ്പീശൻ്റെ ഭാര്യ ദേവകി നമ്പീശനുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയം എന്താണെന്ന്. സതീദേവിയൊക്കെ എപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സതീദേവിയൊക്കെ എന്നോട് പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ഞാൻ അന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതെനിക്കൊന്ന് 2006 2007 അന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. സതീദേവിയുടെ ആ ഒരു ഒറ്റ പരാമർശം കൊണ്ടാണ് താങ്കൾ ഇതിന് പിന്നാലെ ഇറങ്ങാനുള്ള ഒരു പ്രചോദനം. 23 വർഷം ആയി നടത്തുന്ന ഒരു പോരാട്ടമാണ്. അപ്പോൾ അവർ പറഞ്ഞ അവരുടെ ഒരു നേരിട്ട ഒരു ദുരനുഭവമാണോ ഇതിലേക്ക് ഇറങ്ങാൻ പ്രേരിപ്പിച്ചത്? അല്ല, അത് ഒരു പ്രധാനമാണല്ലോ സുമേഷ്. കാരണം നമ്പീശൻ്റെ ഭാര്യ പറയുന്നത് എൻ്റെ മക്കളെയും മക്കളുടെ മക്കളെയും നിങ്ങൾ ആലോചിച്ച് നോക്കണം. പറയുന്നൊരു DIGയെ കുറിച്ചിട്ടാണ്. എൻ്റെ മക്കളെയും മക്കളുടെ മക്കളെയും അതിലെല്ലാം ഉണ്ട്. അതിൻ്റെ വിശദാംശമാണ് മൂത്ത മകളായിട്ടുള്ള സതീദേവി എന്നോടൊന്ന് പറഞ്ഞത്. അതിൻ്റെ ഇടയിൽ ഗീതാദേവിയുണ്ട്, അതിൻ്റെ ഇടയിൽ വേറെ ഞാനതിൻ്റെ ഒന്നും പറയുന്നില്ല. കാരണം അതെല്ലാം CJM കോടതിയിൽ എൻ്റെ ഡിഫമേഷൻ കേസിൽ എൻ്റെ ഇടയിൽ ഇതെല്ലാം ഉയർന്നു വരും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് ഇത്ര ഭീകരമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള, ഇപ്പോഴും ഇത്രയും ഭീകരമായിട്ടുള്ള കാര്യങ്ങൾ ഇടപെടുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കേരള പോലീസിൻ്റെ സേനയിലുണ്ട്. ഇപ്പം ടോമിൻ തച്ചങ്കരിയൊക്കെ ഇതിനേക്കാളും ഭേദമാണെന്ന് ഞാൻ പറയും. കാരണം അല്ല അഴിമതി മാത്രമേ നടത്തിയിട്ടുള്ളൂ. ഇത് മാത്രമല്ല. ഞാൻ ചോദിക്കുന്നു ഒറ്റക്കാര്യം, ഞാൻ ഇയാളുടെ ഉച്ചിഷ്ടം ഭക്ഷിക്കുന്ന പത്രക്കാരോട് ഞാൻ ചോദിക്കുന്നു, ഇയാളുടെ ഔദ്യോഗികമായിട്ടുള്ള ഓഫീസിൽ ചെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പൊന്നാട ഇട്ടത് എന്തിനാണെന്ന് ചോദിക്കാനുള്ള നട്ടലുള്ള ഏതെങ്കിലും ഒരു മാപ്ര കേരളത്തിലുണ്ടോ? എന്തിനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇയാൾക്ക് പൊന്നാട അണിയിച്ചു? ഉണ്ണികൃഷ്ണൻ പോറ്റിയല്ലേ ശബരിമല പെരുങ്കുളം കേസിൽ 1-ാം പ്രതി? എന്തിനാണ്? നട്ടലുണ്ടോ ഈ അരുൺകുമാറിനും അരുണല്ലാത്ത കുമാറിനും ഈ CG അരുൺ സിംഗിനും ഒക്കെ? ഈ CG അരുൺ സിംഗ് പറയാണ് കൂട്ടത്തോടെ സ്ത്രീകൾ എനിക്കെതിരെ. പിന്നെ ഇവരെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ അവസാനമായിട്ട് പറഞ്ഞേക്കാം. ഞാൻ പ്രതിപക്ഷ യൂട്യൂബ് ചാനലിൽ 2400 വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു 20-25% വീഡിയോകളെങ്കിലും സാക്ഷാൽ പിണറായി വിജയനെതിരായിട്ടായി. പിണറായി വിജയന് മുമ്പിൽ വെറും ഈച്ചയല്ലേ ഈ ബഹുമാനിതനായിട്ടുള്ള ശ്രീജിത്ത് എന്ന് പറയും. ഒരു 25% പിണറായി വിജയനെതിരായിട്ടായി. ഈ 2400 വീഡിയോ ചെയ്തിട്ടും ഈ ബഹുമാനിതനായിട്ടുള്ള ഇയാൾ എന്താ പറയുന്നത്? എന്തോ റീച്ച് കൂട്ടാൻ വേണ്ടി ഞാൻ നടക്കുന്നു, എന്തോ ഗണനീയ സ്ഥാനത്തിരിക്കുന്ന ആളുകൾക്കെതിരെ പറഞ്ഞാൽ എന്തൊക്കെയാണെന്ന് ഇവൻ അല്ലെ ഈ ബഹുമാനിതനാണ് ഗണനി. ഈ 2400 വീഡിയോ ഞാൻ ചെയ്തിട്ട് എനിക്കൊരു ഒറ്റ ഡിഫമേഷൻ കേസേ ഉള്ളൂ. അത് ഈ ബഹുമാനിതൻ കൊടുത്തതാണ്. ഈ ബഹുമാനിതൻ കൊടുത്ത കേസാണ്, അത്രേ ഉള്ളൂ. വേറെ ഒരു ഡിഫമേഷൻ കേസും എനിക്കില്ല. ഞാൻ കഴിഞ്ഞ 25 വർഷമായി ഈ പൊതുമണ്ഡലത്തിലുണ്ട്. CPM പോലും ഈ KM ഷാജഹാനെതിരെ ഒരു ആരോപണം ഉന്നയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത്രയും ക്രൂരന്മാരുടെ പാർട്ടിക്ക്, എന്ത് തെണ്ടിത്തരം കാണിക്കാൻ മടിയില്ലാത്ത പാർട്ടിക്ക്, ഒരു പാവപ്പെട്ടവനെ 51 വെട്ടി കൊന്ന പാർട്ടിക്ക് കഴിഞ്ഞ 1/4 നൂറ്റാണ്ട് കാലമായി ഈ KM ഷാജഹാനെതിരെ ഒരു നയാ പൈസയുടെ അഴിമതി ആരോപണം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. ബഹുമാനിത മനസ്സിലാക്കിക്കോ. അതുകൊണ്ട് ഇനി മോശമായിരിക്കും കാലം എന്ന് മാത്രം മനസ്സിലാക്കിക്കോളൂ. എല്ലാ ആരോപണങ്ങളും അന്വേഷിക്കപ്പെടും. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, നിങ്ങളുടെ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ തന്നെ പലരും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അവരൊക്കെ എന്തുകൊണ്ടാണെന്നറിയോ അവരനങ്ങാത്തത്? ഇയാൾ ഏറ്റവും വലിയ അധികാരിയാണ്, അവർ സാധാരണക്കാരനാണ്. ഇപ്പം ഞാനൊരു സാധാരണക്കാരനും ഇയാൾ ഏറ്റവും വലിയ അധികാരിയുമല്ലേ? ഇടത് വന്നാലും വലത് വന്നാലും ഏറ്റവും വലിയ ശക്തനല്ലേ ഇയാൾ? ഇയാൾക്കെതിരെ 2010 കേസ് കൊടുത്തത് എന്തുകൊണ്ട് 2022 വരെ നീണ്ടുപോയി? അതിന് മുമ്പ് തീരുമാനിക്കാറുള്ളത്. അപ്പോൾ എന്ത് ചെയ്തു? അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ മാറി വന്ന മുഴുവൻ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ച് 2022 കൊണ്ടുവന്ന് തള്ളിച്ചു. ഞാൻ കേസ് വാദിച്ചു. ഞാൻ മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ പോയി വിശദമായി ഈ അന്വേഷണ റിപ്പോർട്ട് കീറക്കടലാസാണെന്ന് ഞാൻ വാദിച്ചു. 1.5 മണിക്കൂർ ഞാൻ അന്ന് വാദിച്ചു. ആ ജഡ്ജ് എൻ്റെ വാദം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് വിജിലൻസുകാരോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചു. പക്ഷേ എന്നിട്ട് കേസ് തള്ളിയല്ലോ. എന്നിട്ട് ഞാൻ 5 ദിവസം കഴിഞ്ഞ് വന്നപ്പോൾ ഡിസ്മിസ്ഡ് എന്ന് പറഞ്ഞു. പക്ഷേ ആ വിധിന്യായത്തിനകത്ത് എന്തുകൊണ്ട് ഈ കേസ് തള്ളുന്നു എന്ന് പറഞ്ഞിട്ടില്ലേ? വിജിലൻസ് റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങൾ
ശരി തെറ്റുകൾ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ ഏർപ്പാടാക്കിയിട്ടുള്ള സിവിൽ ലോയറുണ്ട്, ഒന്നാം തരം സിവിൽ ലോയറാണ്. അയാൾ പറഞ്ഞു, ഷാജാൻ, ദാറ്റ് ഓർഡർ ഈസ് നോട്ട് എ സ്പീക്കിംഗ് ഓർഡർ, ഇറ്റ് ഹാസ് ടു ബി എ സ്പീക്കിംഗ് ഓർഡർ. മനസ്സിലായി? അത് ബഹുമാനിത മനസ്സിലാക്കണം. എനിക്കെതിരെ നട്ടാ കുരുക്കാത്ത നുണയൊന്നും പറഞ്ഞു കിടന്ന ബഹുമാനിത ഒരിടത്തും ഏക്കില്ല. ഇപ്പം എനിക്കെതിരെ എന്തോ അങ്ങേ അറ്റം വരെ നിങ്ങൾ പോകുന്നതിൻ്റെ 10 ഇരട്ടി അങ്ങേ അറ്റം വരെ പോകാനുള്ള ആർജവും ഇച്ഛാശക്തിയുള്ള പെൻഷൻ പോലും ഇല്ലാതെ റോഡിൽ കൂടെ നടക്കുന്നവനാണ് ഞാൻ എന്ന് ബഹുമാനിതൻ ഓർത്തോളൂ. നിങ്ങൾ ഇത്രയും കാലം പോലീസിൻ്റെ ഉന്നതങ്ങളിൽ വിരായിച്ചവനാണ്, ഞാൻ ഒന്നുമില്ലാത്തവനാണ്. പക്ഷെ നിങ്ങളെക്കാൾ ശക്തനാണ് ഞാൻ എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. നിങ്ങളുടെ കാര്യത്തിൽ സത്യം ഇന്നോ നാളെയോ വെളിച്ചത്ത് വരുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. ഇപ്പോൾ തന്നെ കുറേ കാര്യങ്ങൾ പ്രേക്ഷകർക്ക് മനസ്സിലായി കാണും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം, ഈ പറഞ്ഞ മാധ്യമങ്ങൾ ഒന്നും തന്നെ ശ്രീ ഷാജഹാൻ്റെ ഭാഗം കേൾക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അത് നമുക്കത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അദ്ദേഹം പറയുന്ന കാരണമായിരിക്കാം. എന്തായാലും ഒരു ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹം ഈ പല കാര്യങ്ങളും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്തതാണ്. കാരണം സന്നിധാനത്ത് പോലും ഷൂട്ടിംഗ് നടത്താനുള്ള അനുവാദം കൊടുക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാധാരണക്കാരനായ ഒരു വ്യക്തിക്ക് പോലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. പക്ഷേ 23 കൊല്ലങ്ങളായി പോരാട്ടം നടത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിൻ്റെ പിന്നിൽ അദ്ദേഹത്തിന് ഒരു ലക്ഷ്യമുണ്ട്. അതിൻ്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ലാതെ ശ്രീ KM ഷാജഹാൻ ഒന്നും ചെയ്യില്ല. ഇത്തരം നിയമപരമായിട്ടുള്ള നടപടികളുമായിട്ടോ അല്ലെങ്കിൽ മറ്റൊരാൾക്കെതിരെ പരാമർശമായോ മുന്നോട്ട് പോകില്ല എന്നാണ് എൻ്റെ അനുഭവം. എന്തായാലും കാലം തെളിയിക്കട്ടെ. കാലം നമ്മുടെ മുന്നിൽ ഇനിയും ബാക്കിയുണ്ട്. കാലം തെളിയിക്കാതിരിക്കില്ല ഇതിൻ്റെ സത്യാവസ്ഥ.